പുസ്തകം 30-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിന്റെ അകത്ത് ആദിയാകമം 30-ാം അധികാരം 8-ാം വചനത്തിൽക്കുള്ള നഫ്താലിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നഫ്താലിക്കിട്ട ഒരു പേരാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നഫ്തലി பிறப்பு சம்பந்தமாக அவனுக்கு பெயரிடப்பட்டது காரணமாக நாம் அந்த இடத்துல பார்க்கிறோம். റാഹേലിന് തലമുറ ലഭിക്കുന്നില്ല. அவருக்கு ஒரு பிள்ளை இல்லாமல் இருந்தது. റാഹേലിന് റേച്ചലിന് തലമുറ ലഭിക്കാതിരുന്നപ്പോൾ റാഹേൽ യാക്കോബിനോട് പരാതിയും വിഷമവും പറയുന്നു. റേച്ചலுக்கு குழந்தை இல்லாத இருந்த போது அவள் மற்ற அவருடைய குறைகளையும் கீழே பேச்சையும் பேசினாள். അങ്ങനെ ഇരുന്നപ്പോൾ തനിക്ക് തലമുറ ലഭിക്കാത്തതുകൊണ്ട് തന്റെ ദാസി ബിൽഹയെ തന്റെ ഭർത്താവിന് കൊടുക്കുന്നു. തനക്ക് ഒരു കുഴந்தை ഇല്ലാത്തതിനാல തன்னுடைய ബിൽകാവെ അവർ കണവനിடம் കൊടുത്താள். അങ്ങനെ ദാസിയിലൂടെ ജനിക്കപ്പെടുന്ന രണ്ടാമത്തെ തലമുറയാണ് നഫ്താലി. அந்த அவளுக்கு பிறந்த இரண்டாவது குழந்தை தான் நப்தலி. അപ്പോൾ ഈ റാഹേലിന്റെ സഹോദരിക്ക് തലമുറയുണ്ട്, ഈ റാഹേലിന് തലമുറയില്ല. ராகோலிக்கு சகோதரிக்கு பிள்ளைகள் உண்டு, ஆனால் ராகேலுக்கு பிள்ளைகள் இல்லை. കാലഘട്ടത്തിൽ തലമുറ ഇല്ലാതിരിക്കുമ്പോൾ നോക്കിക്കേ, അത് ശപിക്കപ്പെട്ട വ്യക്തിയുടെ ആ സമൂഹം മുദ്ര കുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. அந்த காலகட்டத்தில் பிள்ளைகள் இல்லை என்றால் அது சபிக்கப்பட்ட குடும்பம் என்று முத்திரையிடப்படுகிற ஒரு காலம். ആ കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ ഒരു പേരിടുമ്പോൾ ആ സാഹചര്യവും ജനനവുമായി ബന്ധപ്പെട്ട മേഖലകൾ ആ പേരിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. அது சம்பந்தமாய் பழைய ஏற்பாட்டில் அநேக இடங்கள்ல அந்த முத்திரையிட நாம் பார்க்க முடியும். എബേസ് ജനിച്ചപ്പോൾ തന്റെ സാഹചര്യം വളരെ ശോചനീയമായ വളരെ താഴ്ന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് എബേസിന്റെ അമ്മ വ്യസനപുത്രൻ എന്ന അർത്ഥമുള്ള എബേസ് എന്ന് പേരിട്ടത്. എബേസിന്റെ ആ ജനനം ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് എബേസിന്റെ അമ്മ എബേസ് എന്ന് പെറ്റെടുക്കുമ്പോൾ അനേക ദുർബങ്ങളെ കടന്നു വന്നതിനാൽ അവൾക്ക് യാബേസ് എന്ന് പേരിടപ്പെട്ടു. അതുപോലെ വേദപുസ്തകത്തിന്റെ അകത്ത് ആ കാലഘട്ടത്തിൽ പഴയ നിയമ കാലഘട്ടത്തിൽ പേരിടുമ്പോൾ ജനനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ആ പേരിന്റെ അകത്ത് കാണാൻ കഴിയും. പഴയ ഏർപ്പാട്ടിൽ പേരിടുമ്പോൾ அந்த பிறப்போடு தொடர்புடைய அந்த சம்பவங்களையும் சேர்த்து அவர்கள் പേരിടുவார்கள். ചില പേരുകൾ ആ പേരുമായി ബന്ധപ്പെട്ടുള്ള അർത്ഥം അവരുടെ ജീവിതത്തിന്റെ അകത്ത് പിന്നത്തതിൽ വെളിപ്പെട്ടു വരും. ചില പേരിന്റെ അർത്ഥം പിന്നത്തതിൽ അവരുടെ ജീവിതത്തിന്റെ അകത്ത് കാണത്തില്ല. சிலருடைய பெயரின் அர்த்தம் அவருடைய வாழ்க்கையில பின்னாடி வெளியே வரும், சிலருடைய அர்த்தம் வெளியே வராது. നവോമി എന്ന പേരിന്റെ അർത്ഥം നോക്കിക്കേ, മനോഹരവും സൗന്ദര്യം എന്നൊക്കെയാണ്. പക്ഷേ നവോമിയുടെ ജീവിതത്തിന്റെ അകത്ത് നല്ലൊരു കാലഘട്ടം മുഴുവനും കണ്ണുനീരും കയ്പുമായിരുന്നു. പിന്നത്തതിൽ ആ പേരിന്റെ അർത്ഥം തന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരുവാനിടയായി. നഹോമിയുടെ வாழ்க்கையை பார்க்கும், அவருடைய பெயர் அழகா இருந்தால் அவருடைய வாழ்க்கையில் அநேக கஷ்டங்களையும் பிரயாசங்களையும் கடந்து வந்தால், ஆனால் பின்னത്തെ வாழ்க்கை நாட்களில் அவள் அந்த வாழ்க்கையின் பெயரை அவர் வெளிப்படுத்தினார். ലാസർ എന്ന പേരിന്റെ അർത്ഥം ദൈവം നിന്റെ സഹായകൻ, ദൈവം നിന്റെ ഹെൽപ്പർ എന്നാണ് ലാസർ എന്ന പേരിന്റെ അർത്ഥം. നോക്കിക്കേ, തന്റെ ജീവിതത്തിന്റെ അകത്ത് താൻ മരിച്ചു കിടന്ന സാഹചര്യത്തിന്റെ അകത്ത് ദൈവ സഹായകനായി തന്നെ ഉയർപ്പിപ്പാനിടയായി. ആമേൻ. ലാസറിന്റെ പേരിന്റെ അർത്ഥം ദൈവൻ എനിക്ക് ഉദവി ചെയ്യുന്ന അർത്ഥം. അതൻപടിയെ അവരുടെ வாழ்க்கையில் ആണ്ടவர் അത്ഭുതത്തെ ചെയ്താർ. അപ്പോൾ ഇവിടെ നഫ്താലി എന്ന പേരിടുമ്പോൾ നോക്കിക്ക്, വലിയൊരു ഫൈറ്റ് ചെയ്തു, വലിയൊരു യുദ്ധം ചെയ്തു, വലിയൊരു പോർത് ജയിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് നഫ്താലി എന്ന് പേരിട്ടത്. നഫ്തലി എன்ற பெயரை வைக்கும்போது அநேக போராட்டங்கள் சண்டைகள் அதை கடந்துதான் அந்த பெயரை அவர்கள் வைக்கிறார்கள். സത്യത്തിൽ ഈ പേരിന്റെ അർത്ഥം തന്റെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ നോക്കിക്ക് വെളിപ്പെട്ട് വന്നതായിട്ട് വേദപുസ്തകത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. இந்த பெயர் குறிப்பாக அந்த காலகட்டத்தில் நடந்த சம்பவத்தோடு ஒற்று போய் வந்ததை நம்ம வேதத்தில் பார்க்க முடியும். നഫ്താലി പിന്നത്തതിൽ വലിയൊരു സമൂഹമായി തീർന്നു, വലിയൊരു കമ്മ്യൂണിറ്റി, വലിയൊരു ദേശമായി തീർന്നു. നഫ്തലി அதற்கு பின்பான காலகட்டத்தில் அவன் ஒரு பெரிய சமூகமாய் மாறினான். அவனுக்கு பின்னாடி பெரிய கூட்டங்கள் வந்தது. ഈ പേര് പോലെ തന്നെ പല യുദ്ധങ്ങളിലും ദൈവം അവരെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. இந்த பெயரை கொண்டுதான் अनेक യുദ്ധങ്ങളിൽ ആണ്ടവർ അവനെ பயன்படுத்தினார் என்று நாம் பார்க்கிறோம். വേദപുസ്തകത്തിന്റെ അകത്ത് ദെബോര യുദ്ധത്തിന് പോകുന്ന സമയത്ത് ദെബോര നഫ്താലിയിൽ നിന്ന് നോക്കിക്കേ ഒരു സൈന്യത്തെ എടുക്കുവാൻ വേണ്ടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. அங்க வேதத்தில் நாம் பார்க்கிறோம், ദെബോര യുദ്ധத்துக்கு செல்லும்போது அங்கேயும் அது சம்பந்தமான தொடர்பை நாம் பார்க்கிறோம். അതിനകത്ത് 10,000 വ്യക്തികളെ നഫ്താലിയിൽ നിന്ന് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ യുദ്ധം ജയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. அதிலிருந்து 10,000 பேரை அவர்கள் எடுத்ததாய் பார்க்கிறோம். அதில் ஆண்டவர் வெற்றியை கொடுத்தார். ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 6, 10, 15 വാക്യങ്ങളുടെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. ന്യായാധിപതിയുടെ പുസ്തകം 4-ാം അധികാരം 6, 10, 15 വചനങ്ങളിൽ നാം அதை பார்க்க முடியும். ഗിദെയോൻ യുദ്ധത്തിന് പോയപ്പോഴും നഫ്താലിയിൽ നിന്ന് ഒരു ജനറേഷനെ, ഒരു കൂട്ടത്തെ എടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ஆமென். கிதியோன் அந்த சண்டைக்கு போகும்போது அங்கே நப்தலியை தொடர்புமாய் நாம் பார்க்க முடிகிறது. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, ന്യായാധിപതികളുടെ പുസ്തകം 7-ാം അധികാരം 23-ാമത്തെ വചനം. ഈ രണ്ട് മേഖലകളുടെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നഫ്താലി ഉണ്ടായിരുന്ന യുദ്ധങ്ങളെല്ലാം ജയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. இந்த இரண்டு சம்பவத்தை நாம் பார்க்கும்போது நப்தலி ഉണ്ടായിരുന്ന യുദ്ധത്തിൽ அவர்கள் ஜெயித்ததாய் நாம் பார்க்கிறோம். ഇന്ന് രാത്രി നമ്മൾ നഫ്താലിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് ചിലരെ കർത്താവ് ജയാളിയായിട്ട് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. இந்த இரவு நாம் நப்தாலியை பற்றி சிந்தித்துக் கொண்டிருக்கும் இந்த வேளையிலே சிலரை ஆண்டவர் ஜெயவானாய் மாற்றுவார். നഫ്താലിയുമായി ബന്ധപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ
കാര്യങ്ങളും ഒരു പ്രവചനവുമാണ് പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. நப்தலியோடு சம்பந்தப்பட்ட ரெண்டு காரியங்களும் ஒரு தீர்க்க தரிசனமும் நாம் பார்க்கிறோம். നോക്കിക്കേ, രണ്ട് അനുഗ്രഹം, ഒന്ന് യാക്കോബ് അനുഗ്രഹിച്ച അനുഗ്രഹവും രണ്ട് മോശ അനുഗ്രഹിച്ച അനുഗ്രഹവും. ரெண்டு ஆசீர்வாதங்களை பார்க்க, ஒன்னு யாக்கோபினால் வந்த ஆசீர்வாதம், இன்னொன்று மோசேயின் மூலமாக வந்த ஆசீர்வாதம். ഒരു പ്രവചനം നഫ്താലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ஒரு தீர்க்க தரிசனத்தையும் நப்தாலியோடு தொடர்புபட்டு நாம் பார்க்க முடிகிறது. യെശയ്യാ പ്രവാചകൻ നഫ്താലിയെ പറ്റി പ്രവചിക്കുന്ന ഒരു പ്രവചനം യെശയ്യാ പ്രവചനത്തിലേക്ക് നമുക്ക് കാണാം. ஏசாயா தீர்க்கதரிசியும் நப்தாலி குறித்த ஒரு தீர்க்க தரிசனத்தை நாம் பார்க்க முடிகிறது. നോക്കിക്കേ, ഇതെല്ലാം നഫ്താലിയുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. இது எல்லாம் நப்தாலியுடைய வாழ்க்கையில நடந்ததை நாம் பார்க்கிறோம். ആ രണ്ട് അനുഗ്രഹത്തിന്റെ റെഫറൻസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. அந்த இரண்டு ஆசீர்வாதத்தின் இருப்பிடத்தை நான் இப்ப சொல்ல வரேன். മോശ അനുഗ്രഹിച്ചത് ആവർത്തന പുസ്തകം 33:23. மோசே விடுவிச்சது உபாகம புஸ்தகம் 33:23. യാക്കോബ് അനുഗ്രഹിച്ചത് ഉൽപ്പത്തി പുസ്തകം 49:21. யாக்கோபு ஆசீர்வதித்தது ஆதியாகம புஸ்தகம் 49ஆம் அதிகாரம் 21ஆம் வசனம். നഫ്താലി പറ്റിയുള്ള പ്രവചനം യെശയ്യാ പ്രവചനം 9ആം അധ്യായം 1-2. നഫ്താലി குறித்து ஏசாயா சொன்ன தீர்க்கதரிசனம் ஏசாயா 9ஆம் அதிகாரம் அதன் முதல் 2 வசனங்கள். ആ പ്രവചനത്തിന്റെ നിവർത്തീകരണം മത്തായി സുവിശേഷം 4ആം അധ്യായം 13, 14, 15, 16. அந்த தீர்க்க தரிசனத்தின் நிறைவேறுதலை நாம் மத்தேயு 4ஆம் அதிகாரம் 13, 14, 15, 16 நாம் பார்க்க முடியும். ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇനി നാം വാക്യത്തിനെ നാം തിരുമ്പി വരുவோம். ആ വാക്യത്തിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നു, വലിയൊരു പോർ പൊരുത് ജയിച്ചുമിരിക്കുന്നു. அந்த இடத்துல அந்த வசனத்தை நாம் பார்க்கிறோம், ஒரு பெரிய போர்ல அவங்க ஜெயித்ததாய் நாம் பார்க்கிறோம். ഇന്ന് രാത്രി സന്ദേശം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഏതൊക്കെ കുടുംബങ്ങൾ നോക്കി പറയുന്നു, ചില മേഖലകളുടെ അകത്ത് ചിലർ ജയിക്കാൻ പോകുന്നു. இந்த காரியத்தை நாம் தியானித்துக் கொண்டிருக்க இந்த வேளையிலே பரிசுத்தாவி என்னோடு சொல்லுகிறார், അതുപോലെ സൂழ்நிலைകൾ ആണ്ടവർ உங்களை ജയവാനായി മാറ്റ പോறீங்க. നീ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ അകത്ത് നീ തോക്കത്തില്ല, നീ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ അകത്ത് നീ ജയിക്കാൻ പോകുന്നു. நீங்க இப்போது இருக்கிற சூழ்நிலை நீங்கள் தோற்று போக மாட்டீர்கள், நீங்கள் நிச்சயமாய் ஜெயத்தை பெறுவீர்கள். 2024 ഓഗസ്റ്റ് മാസം ജയത്തിന്റെ മാസമായി തീരാൻ പോകുന്നു. 2024 ആഗസ്റ്റ് മാസം ഒരു ജയത്തിൻ മാസമായി ആണ്ടവർ മാറ്റുகிறார். നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ നടുവിൽ നീ ജയിക്കാൻ പോകുന്നു. உங்களை தோற்கடித்த நினைத்தவர்களுக்கு முன்பாக நீங்கள் ஜெயிப்பீர்கள். നിനക്ക് വിരോധമായി തന്ത്രങ്ങൾ മെനയുന്നവരുടെ നടുവിൽ ജയിക്കാൻ പോകുന്നു. உங்களுக்கு விரோதமாய் தந்திரமாய் செயல்படுவதற்கு முன்பாக நீங்கள் ஜெயிப்பீர்கள். നിനക്ക് വിരോധമായി യാതൊരു ആയുധവും ഫലിക്കത്തില്ല. உங்களுக்கு விரோதமான எந்த ஒரு காரியம் அது நிறைவேறாது. ഇത് നിന്റെ സീസണാണ്. இது உங்களுடைய காலகட்டമാണ്. ഇത് നിന്റെ കുടുംബത്തിന്റെ സീസണാണ്. കുടുംബത്തിൻ കാലഘട്ടമാണ്. ദേശം നിന്നെ നോക്കി വിളിക്കും, നീ ജയാളി എന്ന് പറയാ. இந்த பட்டணம் உங்களை பார்த்து சொல்லும், நீங்கள் ஒரு ஜெயவான். നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു വ്യക്തിയും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. உங்கள் குடும்பத்தில் ஒருவரையும் வெட்கப்பட்டு போக ஆண்டவர் നിന്റെ തലമുറ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല. பிள்ளைகள் ஒன்றுமில்லாமல் போக ഇന്ന് ഏതൊക്കെയോ വിഷയത്തിന്റെ അകത്ത് നീ വല്ലാതെ സ്ട്രഗിൾ അനുഭവിക്കുകയാണ്. இன்று எந்தெந்த காரியங்களில் நீங்கள் கஷ்டங்களை அனுபவிக்கிறீர்கள், ആ സ്ട്രഗിളില് ജയം സംഭവിക്കാൻ പോകുന്നു. அந்த കഷ്ടങ്ങളിൽ ആണ്ടവർ ജയத்தை தர போகிறார். നീ നേരിടുന്ന എല്ലാ യുദ്ധങ്ങളിലും നീ ജയിക്കാൻ പോകുന്നു. நீங்கள் சந்திக்கிற எல்லா யுத்தங்களிலும் நீங்கள் ஜெயிக்க ആ போகிறீர்கள். തലയെ കൈവച്ചിട്ടൊന്ന് പറഞ്ഞാട്ടെ, உங்களுடைய தலைகளில் கைகளை வைத்து சொல்லுங்க, ഇന്ന് നേരിടുന്ന എല്ലാ യുദ്ധങ്ങളും நான் இன்று சந்திக்கிற எல்லா யுத்தங்களிலும் ഞാൻ ജയിക്കാൻ പോകുന്നു. நான் ஜெயிக்க போகிறேன். എനിക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യാൻ പോകുന്നു. எனக்காக தேவன் யுத்தம் செய்ய போகிறார். ദേശത്ത് ഞാൻ ജയാളിയായി തീരും. இந்த தேசத்தில் நான் ஜெயவானாய் ഞാൻ இருப்பேன். താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. நான் தாழ்ந்து போவதில்லை, உயர்வை நான் பெற்றுக்கொள்வேன். എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? எத்தனை பேர் விசுவாசிக்கிறீங்க? ഈ രാത്രി അസാധാരണമായ ചലനങ്ങൾ നടക്കുന്ന രാത്രിയാണ്. இந்த இரவு அசாதாரணமான சில கிரியைகள் நடக்குகிற ஒரு இரவு. ഈ രാത്രിക്ക് വേണ്ടി ദൈവം സെറ്റ് ചെയ്ത ദൈവപ്രവൃത്തി ആർക്കും ഇന്ന് രാത്രി തടയാൻ കഴിയത്തില്ല. இந்த இரவுக்காக தேவன் ஆயத்தம் பண்ணின காரியத்தை எவராலும் தடை செய்ய முடியாது. ഇതിന്റെ അകത്ത് നിങ്ങൾ കൈയടിച്ചാലും കൈയടിച്ചില്ലെങ്കിലും സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും നോക്കിക്കേ, ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ദൈവം കൈമാറാൻ പോകുന്നു. இந்த இரவு நீங்கள் கைகளை தட்டினாலும் தட்டாவிட்டாலும் எவ்வளவு இருந்தாலும் உங்களுக்காக ஆயத்தம் பண்ணினது ஆண்டவர் உங்களுக்கு பகிர்ந்தளிப்பார். ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ ദേശത്ത് ദൈവം അത്ഭുതമായിട്ട് നടത്താൻ പോകുന്നു. இந்த இரவு சில குடும்பங்களை இந்த பட்டணத்துல அற்புதமாய் அவர் மாற்ற போகிறார். നാട്ടുകാർക്ക് നീ ഒരു അതിശയമായി തീരും. இந்த பட்டணத்துக்கு முன்பாக நீங்கள் ஒரு அதிசயமாய் மாறுவீர்கள். നിന്നെ എത്ര തന്നെ തകർക്കാൻ ശ്രമിച്ചാലും നീ തകരത്തില്ല. உங்களை எவ்வளவாய் உடைக்க முயற்சித்தாலும் நீங்கள் உடைக்கப்படுவதில்லை. നിന്നെ എത്ര തന്നെ കരയിപ്പിക്കാൻ ശ്രമിച്ചാലും നീ പുറത്തു വരും. உங்களை எவ்வளவாய் அழ வைத்தாலும் நீங்கள் அதிலிருந்து வெளியே வருவீர்கள். വിശ്വസിക്കുന്നവർ കരം അടിച്ചു വായികൾ തുറന്ന് விசுவாசிகள் நல்ல கரங்களை தட்டியா போகும் மகிமை கொடுங்க. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിക്കുകയാണ്. ஆமென். பரிசுத்த ஆவியானவர் இறங்கி இருக்கிறார். ഇത് നിന്റെ രാത്രിയാണ്.
ഇത് നിന്റെ രാത്രിയാണ്. ആമേൻ. ഇത് ഉങ്ങളുടെ രാത്രി. ഇത് നിന്റെ കുടുംബത്തിന്റെ രാത്രിയാണ്. ഇത് ഉങ്ങളുടെ കുടുംബത്തിற்கான ഒരു இரவு. നീ ഇവിടുന്ന് പോകുമ്പോൾ ജയത്തെ കൊണ്ടുപോകാൻ പോകുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ ജയത്തോടെ പോക പോകുക. ഈ ആരാധനയ്ക്കകത്ത് നീ ആരാധിക്കുമ്പോൾ ദൂതന്മാർ നിന്റെ കോമ്പൗണ്ടിൽ ഇറങ്ങുകയാണ്. ആമേൻ. നിങ്ങൾ இந்த இடத்துல ആരാധിക്കുമ്പോൾ ദേവദൂതர்கள் இதே காம்பவுண்ட்ல இறங்கி வருகிறார்கள். നിന്റെ വീട്ടിന്റെ അകത്ത് ഇറങ്ങുകയാണ്. உங்களுடைய வீட்டிற்குள்ள இறங்குகிறார்கள். നിന്റെ കുഞ്ഞിന് വേണ്ടി ദൂതന്മാർ ഫൈറ്റ് ചെയ്യാണ്. உங்கள் பிள்ளைகளுக்காக தூதர்கள் யுத்தம் செய்கிறார்கள். നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഭയങ്കര ഒരു മാറ്റം ദൈവം അയക്കാൻ പോകുകയാണ്. உங்கள் வாழ்க்கையில ஒரு பயங்கர மாற்றத்தை ஆண்டவர் அனுப்புகிறார். പ്രാർത്ഥന കഴിഞ്ഞ് നീ പോകുമ്പോൾ നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങളെ ദൈവം എടുത്തു മാറ്റിയിരിക്കുകയാണ്. ആമേൻ. சொல்ல நீங்க போகும்போது உங்களுக்கு முன்பாக இருக்கிற தடைகளை அவர் எடுத்து மாற்றுகிறார். നിന്നെ എതിർക്കുന്ന ശക്തികൾ പരാജയപ്പെടാൻ പോകുന്നു. ஆமென். உங்களை எதிர்க்கிற சக்திகள் மனிதர்கள் வெட்கப்பட்டு போக போகிறார்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിக்கிறீங்க? നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് ആരാധിക്കുന്ന ആരാധന ഈ ആലയം AC ഹാളായിട്ട് ദേശത്ത് അറിയപ്പെടാൻ പോകുന്നു. ஆமென். நீங்க இருந்து ஆராதிக்க கொண்டிருக்கிற இந்த ஆலயம் ஒரு AC ஆலயமாக இந்த பட்டணத்தில் அறியப்படும். കർത്താവിനെ കാണിക്കുന്ന വെളിപ്പാട് ഈ ഹാളിൽ AC ഫിറ്റ് ചെയ്യുന്നത് കർത്താവിനെ കാണിക്കുന്നു. ஆமென். ஆண்டவர் எப்பொழுது என்ன காட்டுகிற காரியம் இந்த ஹால் முழுவதும் ஒரு AC செட்டப்புக்குள்ள வந்திருக்கிறது. ഈ ആരാധന ആലയത്തിന്റെ അകത്ത് ലൈവ് സർവീസുകൾ തുടങ്ങും. ஆமென். இந்த ஆலயத்திலிருந்து லைவ் சர்வீஸ்கள் தொடங்கப்படும். ഈ ആരാധന ആലയം ദേശത്ത് വ്യത്യസ്തമായ ആരാധന ആലയമായിരിക്കും. ஆமென். இந்த சபையின் ஆராதனை இந்த பட்டணத்தில் ஒரு வித்தியாசமான ஒரு ஆராதனையாக இருக்கும். ദേശത്ത് നൂറുകണക്കിന് സഭ കാണും, പക്ഷേ ഈ ആരാധന ആലയം വ്യത്യസ്തമായ. ஆமென். தேசத்துல நூறுக்கணக்கான ஆராதனைகள் நடக்கும், ஆனால் இந்த சபையின் ஆராதனை ஆண்டவர் வித்தியாசமாய் ഈ நடத்துவார். ചർച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ஆமென். இந்த ஆலயத்தின் ஒரு பிரதானம் இங்க வருகிற பிள்ளைகள் ஆசீர்வதிக்கப்படுவார்கள். തലമുറകളുടെ ജീവിതത്തിലേക്ക് അത് ഭയങ്കര മാറ്റങ്ങൾ ദൈവം ஆமென். അയക്കും. பிள்ளைகளுடைய வாழ்க்கையில ஒரு பயங்கர மாற்றம் ഈ நடக்கும். സഭയിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ഭയങ്കര ഫേവർ ദൈവം ഇടും. ஆமென். இந்த ஆலயத்தில் வருகிற பிள்ளைகள் சம்பந்தமான அவர்கள் படிப்பு சம்பந்தமாக ஒரு பயங்கர தேவ தயவு வெளிப்படும். ഇന്ന് നിങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന ചില വ്യക്തികൾ ഈ ആലയത്തെ അതിശയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുക. ஆமென். இன்று உங்களுக்கு விரோதமாக செயல்படுகிற மனிதர்கள் இந்த ஆலயத்தை அதிசயமாய் பார்த்து ഈ கொண்டிருக்கிறார்கள். ആലയത്തിന്റെ ലക്ഷ്യം വ്യത്യസ്തമായ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഈ ആലയത്തെ ദൈവം വളർത്താൻ പോകുന്നത്. ஆமென். இந்த ஆலயத்தில் ஒரு லட்சியம் உண்டு, அது ஒரு பயங்கர வித்தியாசமான லட்சியമാണ്. അതുകൊണ്ടാണ് ആണ്ടവർ அதை നടത്തി ഇന്ന് കൊണ്ടിരിക്കുന്നത്. പകൽ പരിശുദ്ധാത്മാവ് എന്റെ ചെവിയിൽ കേൾപ്പിച്ചതാണ് സുവിശേഷീകരണത്തിന്റെ ആഴമായ ദർശനമാണ് ദൈവദാസന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്നത്. ஆமென். இந்த இன்று பரிசுத்த ஆவியானவர் எனக்கு கேட்கப்படின ஒரு சத்தம், இந்த ஆலயம் சுவிசேஷத்துக்கு சம்பந்தப்பட்டதான ஒரு ஆலயமாய் இருக்கும். ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സഭയാണ് ഈ സഭ. ஆமென். தேவ ராஜ்யத்துக்காக உழைக்கிற ஒரு சபையாய் இருக்கும். കർത്താവിനോട് പറയുന്നു, ഈ സഭയുമായി ബന്ധപ്പെട്ട് മറ്റൊരു രഹസ്യ അജണ്ടയും ഈ സഭയിലില്ല. ஆமென். இந்த சபையோடு சம்பந்தப்பட்ட வேறு இதற்கு எதிரான ஒரு சம்பந்தமும் இதற்கு இல்லை. ദൈവരാജ്യം മാത്രം ലക്ഷ്യമായിട്ട് ചലിക്കുകയാണ്. ஆமென். தேவ ராஜ்யம் மாத்திரம் இதற்கு கிரியை செய்யும். കർത്താവ് ഈ സഭ അടുത്തൊരു ലെവലിലേക്ക് ഈ സീസണുകൾ കഴിയുമ്പോൾ ஆமென். കൊണ്ടുപോകും. தேவன் இந்த சபை அடுத்த ஒரு எல்லைக்கு ஆண்டவர் கொண்டு போகிறார். ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ അതിന്റെ അടയാളങ്ങൾ ദൈവം അയക്കും. ஆமென். இந்த ஜெபம் முடியும் போதே அதற்கான அடையாளங்கள் துவங்கும் என்று ஆவியானவர் சொல்கிறார். 2025 ബന്ധപ്പെട്ട് ഇവിടെയുള്ള ചില സന്ദേശങ്ങൾ ലോക രാജ്യങ്ങളുടെ അകത്ത് എത്തി തുടങ്ങാം. ஆமென். 2025 சம்பந்தப்பட்ட தேவன் சொல்கிற வார்த்தை இங்க பிரசங்கிக்கப்படுகிற ஆராதனைகள் அது உலகத்திற்குள்ளே கடந்து போகும் என்று. ഇവിടെ വന്ന് ആരാധിക്കുന്നതിനേക്കാളും അതിന്റെ മടങ്ങ് വ്യക്തികൾ പുറത്തിരുന്ന ലൈവിലിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ஆமென். இங்க இருந்து நேரடியாக பங்கெடுக்கிறவர்களை காட்டிலும் அநேகர் யூடியூப் ஆன்லைன் வழியாக அநேகர் பங்கெடுப்பார்கள். മലേഷ്യ, സിംഗപ്പൂർ എന്ന രാജ്യങ്ങളുടെ അകത്ത് വലിയ ചലനങ്ങൾ ഈ സഭയുമായി ബന്ധപ്പെട്ട് ദൈവം അയക്കുക. ஆமென். மலேசியா சிங்கப்பூர் சம்பந்தப்பட்ட நாடுகளில் இந்த ஆலயத்தின் மூலமாக சில கிரியைகள் ஆண்டவர் കർത്താവ് நடப்பிப்பார். അങ്ങനെയുള്ള ഒരു ചലനം ദൈവം അയക്കുമെന്ന് കർത്താവിനോട് அப்படிப்பட்ட പറയുന്നു. ஒரு திட்டம் இங்கே உண்டு என்று ஆவியானவர் ഈ சொல்லுகிறார். സഭയെ തേടി ചിലർ ഈ സഭയിൽ വരും. ஆமென். இந்த சபை ஆலயத்தை தேடி சிலர் ഈ வருவார்கள். സഭയുടെ അഡ്രസ് ചോദിച്ച് ഈ സഭയിൽ വരും. இந்த சபையுடைய அட்ரஸை தேடி வருவார்கள். കൂട്ടമായ ചലനങ്ങൾ ദൈവം അയക്കുമെന്ന് കർത്താവിനോട് ஆமென். പറയുന്നു. கூட்டமான தேவ கிரியைகள் பிரவர்த்திகள் இங்கே நடக்கும் என்று சொல்லுகிறார். കർത്താവിനെ കാണിക്കുന്ന വെളിപ്പാട് ഇതിനെ ഒതുക്കുവാൻ വേണ്ടി പല തന്ത്രങ്ങളും പിശാചിടുന്നുണ്ട്. ஆமென். ஆவியானவர் என்று சொல்லுகிறார், இந்த ஊழியத்தை ஒதுக்கும்படி தடை செய்யும்படி அநேக எதிரான சக்திகள் வேலை செய்கிறதாக ഇന്ന് காட்டுகிறார். രാത്രി ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഒരു വിടുതൽ ദൈവം അയക്കുമെന്ന് ஆமென். കർത്താവിനോട് இந்த പറയുന്നു. ஆராதனை சம்பந்தம் மூலமாக அப்படிப்பட்ட எதிரான ஆவிகளை ஆண்டவர் உடைக்கிறார். ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് കയറിയ സകല കുടുംബങ്ങളുടെ അകത്ത് വലിയ ചലനങ്ങൾ ദൈവം ஆமென். അയക്കും. இந்த ஆராதனையில் பங்கெடுக்கிற ஒவ்வொரு குடும்பத்தின் மேல ஒரு பயங்கர தேவ கிரியை வெளிப்படும். ഇതിന്റെ അകത്ത് ചില വിശ്വസ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുക. ஆமென். இதற்குள்ளாக சில விசுவாசிகளை எழுப்புகிறார். കർത്താവ് വിശ്വസ്തന്മാരെ ദൈവം ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ചിലരെ ஆமென். എഴുന്നേൽപ്പിക്കുക. சில உண்மையுள்ளவர்களை ஆண்டவர் எழுப்புகிறார். ഈ കുഞ്ഞു കുട്ടികളെ ദൈവം
ശക്തമായി ദൈവത്തിന്റെ അകത്ത് இங்க പ്രയോജനപ്പെടുത്താം. இருக்கிற சிறு பிள்ளைகளை ஆண்டவர் வல்லமையாயிட்டு பயன்படுத்துவார். ഇന്ന് രാത്രി ചില കുഞ്ഞുങ്ങളുടെ മേൽ ഭയങ്കര പകർച്ചകൾ ദൈവം அவன் അയക്കുകയാണ്. இந்த இரவு சில பிள்ளைகள் மீது ஒரு பயங்கர அபிஷேகம் விழும். കർത്താവിനെ കാണിക്കുന്ന വെളിപ്പാട് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ടീമിനെ ദൈവം ഇതിന്റെ അകത്ത് എഴുന്നേൽപ്പിക്കാം. அவன் ஆவியான என்னோடு சில காரியம் குழந்தைகளோடு சம்பந்தப்பட்டு அவர்கள் ஒரு குழுவாய் எழும்புவார்கள் என்று ഈ ஆவியானவர் ചർച്ചിൽ ഒരു சொல்கிறார். മീഡിയ ടീം ഉണ്ടാകാം. அவன் இந்த ஆலயத்தில் ஒரு மீடியா டீம் உண்டாகும். നിങ്ങളുടെ മീഡിയ മിനിസ്ട്രിയെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുപോകാം. அவன் அந்த மீடியா ஊழியத்தை ஆண்டவர் விசாலத்திலே கொண்டு ഈ செல்வார். ചർച്ച് ഈ പട്ടണത്തിന്റെ അകത്ത് ഒതുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. அவன் இந்த ஆலயம் இந்த ஊழியம் இந்த பட்டணத்தில் மாத்திரம் ஒதுங்குவதற்கு ஆண்டவர் அனுமதிக்க மாட்டார். ഈ ചർച്ചിന് വിരോധമായി അസൂയ ശക്തികൾ എഴുന്നേൽക്കും തോറും സഭയെ ദൈവം വളർത്തുമെന്ന് കർത്താവിനോട് പറയുന്നു. அவன் இந்த ஆலயத்துக்கு ஊழியத்துக்கு விரோதமாக எவ்வளவாய் சத்துரு எழும்புகிறானோ அவ்வளவாய் இந்த சபையாண்டு உயர்த்துவார். ഹല്ലേലൂയ. ஹalleluya. മാനുഷികമെങ്കിൽ നിന്നു പോകും, ദൈവികമാണെങ്കിൽ നിൽക്കത്തില്ല. ஆமென். மனுஷிக கிரியை என்றால் அது நின்று போகும், ஆனால் தேவ கிரியை என்றால் அது நின்று போகாது. കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ മാസവും എന്റെ ചർച്ചിൽ ബാപ്റ്റിസം നടക്കുകയാണ്. ஆமென். கடந்த 2 வருஷமாக எல்லா மாதமும் என்னுடைய ஆலயத்தில் ஞானஸ்நான ஆராதனை ഞാൻ நடக்கிறது. എല്ലാ മാസവും ബാപ്റ്റിസം കഴിഞ്ഞ് ആ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയും, മാനുഷികമാണെങ്കിൽ ഇന്ന് ഇതിവിടെ അവസാനിക്കും, ദൈവികമാണെങ്കിൽ ഈ വീണ്ടും ഇത് തുടരും. ஆமென். அந்த ஞானஸ்நான ஆராதனை முடிந்து வெளியே வரும்போது நாங்கள் சொல்லுகிறது உண்டு, மனுஷிக கிரியைகள் முடிந்தது, தேவ கிரியைகள் தொடங்குகிறது. എങ്ങനെ സംഭവിക്കുന്നെന്ന് അറിഞ്ഞൂടെ എല്ലാ മാസവും ഒരു ഡേറ്റ് അങ്ങ് അനൗൺസ് ചെയ്യും. ആ സമയമാകുമ്പോൾ ആരെങ്കിലും സ്നാനപ്പെട്ടിരിക്കുക. அவன் எப்படிதான் நடக்குன்னு எங்களுக்கும் தெரியாத, நான் எல்லா மாதமும் டேட்டை அறிவிப்போம், அன்று ஞானஸ்நானம் நடந்திருக்கும். എപ്പോഴാണ് സ്നാനം നടക്കത്തില്ലെന്നുള്ള സാഹചര്യം വെളിപ്പെടുന്നു, അപ്പോഴായിരിക്കും ഏറ്റവും അധികം സ്നാനം നടക്കുന്നത്. அவன் எப்போ ஒருவேளை ஞானஸ்நானம் நடக்காதுன்னு நினைக்கிற வேளையில் தான் அதிக ஞானஸ்நானங்கள் நடக்கும். കഴിഞ്ഞ വർഷം ഞാൻ ഒരു സ്നാനത്തിന്റെ ഡേറ്റ്, ആ മാസത്തിന്റെ സ്നാനത്തിന്റെ ഡേറ്റ് ചർച്ചിൽ അനൗൺസ് ചെയ്തു. கடந்த மாதத்துல ஒரு டேட்டை நான் அனௌன்ஸ் பண்ணேன். കഴിഞ്ഞ വർഷം கடந்த வருடம் நான் ஒரு ஞானத்திற்காக ஒரு தேதியை குறித்தேன். ആ ദിവസമായി ബന്ധപ്പെട്ട് ഒരു സൈനും ഞാൻ കാണുന്നില്ല, ആരും എൻ്റെ അടുത്ത് സ്നാനപ്പെടുന്ന കാര്യം പറഞ്ഞില്ല. அந்த தேதியோடு தொடர்புபட்டு எந்த யாரும் ஞானஸ்நானம் எடுக்க வருவதற்கோ ஒரு அடையாளத்தை நான் பார்க்கவில்லை. അപ്പോൾ ഞാൻ അന്ന് സ്നാനത്തിന് വേണ്ടി ഡ്രസ് ഇങ്ങനെ അയൺ ചെയ്യുന്ന സമയത്ത് പിശാച് എന്നോട് പറയുന്നു, ഈ അയൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഡ്രസ്സിനെ നീ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. அவன் அதற்காக ஆயுதப்பட்டு என்னோட ட்ரெஸ்ஸை நான் அயன் பண்ணிட்டு இருக்கும்போது பிசாசு என்னோட சொல்கிற வார்த்தை, நீ அயன் பண்ண ட்ரெஸ் அப்படியே திரும்பி வருவேன். എന്റെ ബുദ്ധിയിൽ ഇങ്ങനെ പറയുകയാണ്, അടുത്ത ഈ മാസം ഇനി ചില ദിവസങ്ങൾ കൂടെ ഉണ്ട്, അതിന്റെ അകത്ത് നടക്കും, ഈ ഡ്രസ്സ് അയൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല, അപ്പോഴിടാമെന്ന് പറയുക. ஒருவேளை ஞானஸ்நான அறைகள் அடுத்த வாரம் நடக்கலாம், அதனால இப்ப அயன் பண்ணி வைக்கலாம் அப்படின்னு நான் நினைக்க ஆரம்பிக்கிறேன். സത്യത്തിൽ ആ വർഷം ഏറ്റവും അധികം വ്യക്തികൾ സ്നാനപ്പെട്ടത് ആ ஆனால் മാസമായിരുന്നു. உண்மையிலேயே அந்த வருடத்தில் தான் அநேக ஆத்துமக்கள் ஞானஸ்நானத்தை பெற்றுக்கொண்டார்கள். ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ இந்த இரவு நான் ஒரு சத்தம் சொல்றேன். കർത്താവിനോട് ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ നടക്കുന്ന ചലനം ദൈവികമാണ്. ஆண்டவர் என்னோட உறுதியாய் சொல்லுகிறார், இங்கே நடக்கிற தேவ கிரியைகள் அது தேவனால் நடத்தப்படுகிறவை. ആരസൂയപ്പെട്ടാലും അതിനെ തടയാൻ കഴിയത്തില്ല. யாரு பொறாமைப்பட்டாலும் அதை தடை செய்ய முடியும். നിങ്ങളെ ദൈവം വളർത്താൻ തീരുമാനിച്ചാൽ നിങ്ങൾ വളർന്നിരിക്കുക. உங்களை ஆண்டவர் வளர திட்டம் பண்ணினால் நீங்கள் வளர்ந்திருப்பீர்கள். നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ ദൈവം തീരുമാനിച്ചാൽ നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റിയിരിക്കുക. உங்கள் நிலையை மாற்ற தீர்மானித்தால் உங்கள் நிலை மாற்றப்பட்டிருக்கும். കർത്താവിനോട് പറയുന്നു, ഉണർവിന്റെ ചലനങ്ങൾ ഈ ദേശത്ത് സംഭവിക്കാൻ പോകുന്നു. എന്നോട് சொல்லுங்க, எழுப்புதலின் சில கிரியைகள் இந்த சபையில் ദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. இந்த பட்டணம் இதுவரை கண்டிராத தேவ கிரியைகளே நடக்கும். ഞങ്ങളുടെ സഭ തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രവചിക്കാറുണ്ടായിരുന്നു, എല്ലാ ജില്ലകളിൽ നിന്നും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആളുകൾ വരും. ആമേൻ. என்னுடைய എല്ലാ ജില്ലകളിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ ആളുകൾ വരും. அது நிறைவேறும்போது எல்லா பட்டணத்திலிருந்தும் ஆட்கள் இங்க ஆராதனையில பங்கெடுக்க സഭയുടെ ആരംഭകാലത്ത് പ്രവചിച്ചാണ് ഈ സഭയിൽ എല്ലാ ജില്ലകളിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് ആളുകൾ വരും. ஆமென். சபையின் ஆரம்ப காலகட்டத்தில் அதற்கு அப்படி நான் ஜெபிக்கும் போது अनेक பட்டணத்தில் மக்கள் வந்தார்கள். ഈ 2024 മിക്കവാറും എല്ലാ ആരാധനയിലും പല ജില്ലകളിൽ നിന്ന് 7-8 മണിക്കൂർ 1-2 ദിവസം യാത്രകൾ ചെയ്ത ആളുകൾ ആരാധനയ്ക്ക് വരുന്നു. ஆமென். இந்த வருடம் ஆனா பல தூரமான இடங்களில் இருந்தும் பல ஏரி அதெல்லாம் தாண்டி மக்கள் ஆராதனைக்கு வருகிறார்கள். എങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ, ദൈവം വളർത്താൻ തീരുമാനിച്ചാൽ വളർന്നിരിക്കും. எப்படி நடந்தது என்று தெரியாது, ஆனால் தேவன் வளர தீர்மானம் பண்ணினால் அவர் ദൈവത്തിന്റെ വളർച്ചയിൽ നമ്മുടെ കഴിവ് ആവശ്യമേ ഇല്ല. ஆமென். தேவன் ஒரு வளர்த்தும் போது அது நம்முடைய திறமை ஒரு பொருட்டே அல்ல. നമ്മുടെ ജ്ഞാനം ഒന്നും അതിന് ആവശ്യമില്ല. ஆமென். நம்முடைய ஞானம் அதற்கு தேவையில்லை. ദൈവം വളർത്താൻ തീരുമാനിച്ചാൽ ദൈവം വളർത്തിയിരിക്കും. ஆமென். தேவன் வளர்க்க திட்டமிடினால் வளர்ந்திருப்பீர்கள். ഹല്ലേലൂയ. ஹalleluya. ദൈവം നമ്മളെ വളർത്താൻ തീരുമാനിച്ചാൽ നമ്മുടെ കഴിവ് അവിടെ ആവശ്യമേ അല്ല. ஆமென். தேவன்
தேவன் நம்மை வளர திட்டமிடினால் நம்முடைய திறமை அங்க தேவையே இல்லை. ഇന്ന് രാത്രി ഈ സഭയെ ദൈവം വളർത്താൻ പോകുകയാണ്. இந்த இரவு ஆண்டவர் ஆலயத்தை வளர செய்ய போகிறார். നിങ്ങളുടെ വളർച്ചയെ തടയുന്ന ചില മണ്ഡലങ്ങളുടെ അകത്ത് വെട്ടേക്കാൻ പോകുകയാണ്. இந்த வளர்ச்சிக்கு எதிராக செய்கிற சில சத்துருடைய கிரியைகளை ஆண்டவர் வெட்டியிட போகிறார். കർത്താവ് എന്നോട് പറയുന്നു, ഈ മീറ്റിംഗിന് അബദ്ധത്തിൽ വച്ചതല്ല, ഈ മീറ്റിംഗ് ദൈവ പദ്ധതിയിൽ വച്ചതാണ്. இந்த மீட்டிங் மனுஷிக தீர்மானத்தில் வைக்கப்பட்டதല്ല, தேவ திட்டத்தால் வைக்கப்பட்டது. നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലകത്തും ഒരു ചേഞ്ച് കർത്താവ് അയക്കും. ஆமென். உங்களுடைய வாழ்க்கையின் சம்பந்தப்பட்ட சாஸ்து അതുപോലെ വീടുക്ക് സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദൈവം ഒരു മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലകത്തും വലിയ ചേഞ്ച് ദൈവം ആമേൻ. உங்களுடைய வாழ்க்கையின் சம்பந்தப்பட்ட എല്ലാ സൂചനകളെയും ആണ്ടവർ ഒരു മാറ്റത്തെ അനുഭവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി അത് സംഭവിക്കും. இந்த இரவு அது நடக்கும். അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട്, ഇന്ന് രാത്രി ദൈവം എന്നെ തൊടും. உங்க பக்கத்துல இருக்கவங்கள பார்த்து சொல்லுங்க, இந்த இரவு என்னை தொடுகிற ஒரு இரவு. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിக்கிறீங்க? യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകുന്നു. യുദ്ധങ്ങൾ முடிவடைய போகிறது. യുദ്ധത്തിന്റെ അവസാനത്തെ രാത്രിയാണ്. ആമേൻ. യുദ്ധത്തിൻ முடிவின் ராத்திரி. ചില മേഖലകൾ പൂർണ്ണമായിട്ട് പരാജയപ്പെടാൻ പോകുന്നു. ആമേൻ. ചില എതിരാன ശക്തികൾ മുഴുവതും വെட்கப்பட்டு போக ഈ போகிறார்கள். മാസം നീ ജയിക്കുന്ന മാസമാണ്. இந்த மாதம் நீங்கள் ஜெயிக்கிற ஒரு மாதம். ഓഗസ്റ്റ് മാസം ജയിക്കുന്ന മാസമാണ്. ஆகஸ்ட் மாதம் நீங்கள் ஜெயிக்கிற மாதம். ഓഗസ്റ്റ് മാസം നിന്റെ ലൈഫ് മാറുന്ന മാസമാണ്. ஆகஸ்ட் மாதம் உங்களுடைய வாழ்க்கை மாறுகிற ஒரு மாதம். ഓഗസ്റ്റ് മാസം നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന മാസമാണ്. ஆகஸ்ட் மாதம் நீங்கள் வளருகிற ஒரு மாதம். ഓഗസ്റ്റ് മാസം അടുത്തൊരു നിലവാരം നിനക്ക് വേണ്ടി തുറക്കുന്ന മാസമാണ്. ஆகஸ்ட் மாதம் அடுத்த ஒரு காலகட்டம் உங்களுக்காக തുറക്കപ്പെടുகிற ഒരു. വിശ്വസിക്കുന്നവർ കരം അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. நல்ல കരങ്ങളെ തട്ടി ആവിയാനോട് സ്തോത്രം பண்ணுங்க. ഹല്ലേലൂയ. മോശ അനുഗ്രഹിച്ച അനുഗ്രഹം, മോശെ ആശീർവദിച്ച ആശീർവാദം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആമേൻ. ഉപാഗമം 33-ാം അധികാരം 23-ാം വചനം. നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലി പ്രസാദം കൊണ്ട് തൃപ്തനും. അതിന്റെ തമിഴൊന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം அதை யாராவது வாசிக்கலாமா? உபாகமம் 33:23. യെസ്. അതിനകത്ത് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോമിസാണ്, ദൈവത്തിന്റെ കൃപ കൊണ്ട് തൃപ്തനാകും. ആമേൻ. ദൈവ കൃപയാൽ അവൻ തൃപ്തി. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ദൈവത്തിന്റെ കൃപ, ഫേവർ. നമ്മുടെ வாழ்க்கையில மிக முக்கியமான காரியம் தேவ தயவு. ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഴിവൊന്നും അവിടെ പ്രസക്തമല്ല. നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ പൊങ്ങിക്കൊണ്ടേയിരിക്കും. தேவனுடைய தயவு நம்முடைய வாழ்க்கையில வெளிப்பட்டால் நம்முடைய திறமையை எதுவும் அங்க முக்கியமில்லை, நாம் வளர்ந்து கொண்டே இருப்போம். നമ്മൾ നോക്കുന്നവർക്ക് അതിശയം തോന്നും. കാരണം നമ്മുടെ കാലം കഴിവുള്ളവർ നമ്മുടെ ബാക്കിൽ നിൽക്കും, നമ്മൾ പൊങ്ങി 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 പോയിക്കൊണ്ടിരിക്കും. നമ്മളെ பார்க்கிறவருக்கு ஒரு பொறாமை வரும், நம்மளை விட இவன் அதிகமாய் வளர்கிறானே என்று. എങ്ങനെ ഇത്രയും നല്ല ചർച്ച് വെച്ചു, എങ്ങനെ ഇത്രയും സംവിധാനങ്ങൾ വന്നു, ഇതെല്ലാം ദൈവത്തിന്റെ ഫേവറാണ്. எப்படி இவ்வளவு பெரிய ஆலயத்தை கட்டினார்கள், எப்படி இவ்வளவு அழகாக இருக்கிறது, எல்லாம் தேவனுடைய தயவான். എത്രയോ പൈസ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആലയം പണിയാൻ കഴിയുന്നില്ല. ஆமென். எத்தனையோ பேர் பணத்தை ஆயத்தமாக வைத்திருக்கிறார்கள், ஆனால் அவர்களால் ஒரு ஆலயத்தை கட்ட முடியவில்லை. ചിലർ എത്രയോ പേർ വലിയ ചർച്ചുകൾ പണിയുന്നു, അതിന്റെ അകത്ത് ഇരിക്കാൻ വേണ്ടി രണ്ടുപേര് പോലും ഇല്ല. ஆமென். சிலர் பெரிய ஆலயத்தை கட்டினாலும் அதற்குள்ளாக 2 பேர் தான் இருப்பாங்க. അപ്പോൾ ഇത്രയും വലിയൊരു ചർച്ചും ഇത്രയും ആളുകൾ ഇതിന്റെ അകത്ത് വന്നതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഒരു കൃപയാണ്. ஆமென். ஆனால் இங்க இவ்வளவு பெரிய ஆலயத்துக்குள்ள இத்தனையோ பேர் வந்திருக்கீங்கன்னா ஏதோ ஒரு திட்டம் இருக்கிறது. ഇനിയും ദൈവം നിങ്ങളെ വർദ്ധിക്കാൻ പോകുന്നതും ദൈവത്തിന്റെ കൃപയാണ്. ஆமென். இனி ஆண்டவர் உங்களை பெருக செய்ய போகிறார் என்பதும் ஒரு தேவ தயவு. കൃപ കൊണ്ട് ദൈവം നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പോകുന്നു. ஆமென். தயவினால் ஆண்டவர் உங்களை திருப்திப்படுத்த போகிறார். ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ മുഴുവനും മാറുവാനാണ്. ஆமென். தேவ கிருபை நம்முடைய வாழ்க்கையில் வெளிப்பட ஆரம்பித்தால் நம்முடைய வாழ்க்கையின் சகல சூழ்நிலைகளும் மாறும். ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവത്തിന്റെ കൃപ ചൊരിയാൻ പോകുന്നു. ஆமென். இந்த இரவு சிலருடைய மேல் தேவனுடைய கிருபை பொழிய போகிறது. ചിലരുടെ ലൈഫിന്റെ അകത്ത് വലിയ മാറ്റങ്ങൾ ദൈവം അയക്കാൻ പോകുന്നു. சிலருடைய வாழ்க்கையில பெரிய மாற்றங்கள் நடக்கும். ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ പുറത്തു പോകുമ്പോൾ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിക്കാൻ அவன் കഴിയും. இந்த ஜெபம் முடிந்து நீங்க வெளியே போகும்போது அதோட வித்தியாசம் உங்களால உணர முடியும். കൃപ കൊണ്ട് തൃപ്തനാകും. அவன் கிருபையில் அவர் திருப்தி அடைந்தான். തൃപ്തനാകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഇപ്പോൾ നമ്മൾ തൃപ്തിയില്ലാതെയാണ് ജീവിക്കുന്ന. പല കാര്യങ്ങളുടെ അകത്ത് കാര്യങ്ങൾ നടക്കുന്നതിന് വലിയ സ്ട്രഗിളാണ്, സാമ്പത്തിക പ്രശ്നമാണ്, അതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. அவன் ஒரு திருப்தி என்று சொல்லும்போது நம்முடைய வாழ்க்கையில் இருக்கிற பல காரியங்கள் நாம் இன்னைக்கு அநேக பிரச்சனைகளை சந்தித்துக் கொண்டு ஒரு திருப்தி இல்லாமல் இருக்கலாம். കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. അവൻ കാര്യങ്ങൾ ഓരോന്നും നാം അഡ്ജസ്റ്റ് பண்ணி ഓടിക്കൊണ്ടിരിக்கிறோம். നിന്റെ ലൈഫിൽ ദൈവം നിന്നെ തൃപ്തിപ്പെടുത്താൻ പോകുന്നു. உங்களுடைய வாழ்க்கையில் ஆண்டவர் உங்களை திருப்திப்படுத்த போகிறார். കൃപ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പോകുന്നു. அவன் கிருபையால் திருப்திப்படுத்த போகிறார். വിശ്വസിക്കുന്നവർ കരം അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശ്വാസികൾ നല്ല കരങ്ങളെ തട്ടി ആണ്ടവർക്ക് മഹിമയെ കൊടുക്കണം. ആ പ്രോമിസ് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് നിറവേറാൻ പോകുന്നു. அந்த வாக்குத்தத்தம் இந்த இரவு இங்கே நிறைவேற போகிறது. മതി വരുവോളം ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. அவன் போதும் என்று சொல்லத்தக்க நிலையில் ஆண்டவர் உங்களை ஆசீர்வதிப்பார். മതി വരുവോളം
മതിയോളം നിന്റെ കുടുംബത്തെ ദൈവം നിറയ്ക്കാൻ പോകുന്നു. போதும் என்கிற சொல்லத்தக்க நிலையில் ஆண்டவரை നിന്റെ உயர்த்துவார். വീട്ടിന്റെ അകത്തുള്ള ശൂന്യതകൾ മാറാൻ പോകുന്നു. உங்கள் வீட்டின் சூழ்நிலைகளை மாற்றுகிறார். നീയുമായി ബന്ധപ്പെട്ട മേഖലകളുടെ അകത്ത് ഒരു മേഖലക്കകത്ത് ശൂന്യത കാണത്തില്ല. ஆமென். இனி உங்களுடைய வாழ்க்கையில எந்த ஒரு சூழ்நிலைகளும் ஒரு வெறுமை நீங்கள் பார்க்க மாட்டீர்கள். എല്ലാ മേഖലകളുടെ അകത്തും ദൈവിക നിറവ് ദൈവം അയക്കാൻ പോകുന്നു. எல்லா காரியத்திலும் தேவ தயவு வெளிப்படுகிறது. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? எத்தனை பேர் விசுவாசிக்கிறீங்க? നോക്കിക്കേ, കൃപ കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും ஆமென். கிருபையால் திருப்திப்படுத்தி അനുഗ്രഹം നിറഞ്ഞവനുമായി அதில் ஆசீர்வாதத்தில் நிறைந்திருப்பார். ഇന്ന് പകൽ നമ്മൾ ഒത്തിരി കേഴ്സുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. ஆமென். இன்று பகல் நாம் சாபத்தை குறித்து அநேகரை நாம் தியானித்தோம். ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹം നിറഞ്ഞവരായിട്ടാണ് നിൽക്കുന്നത്. ஆமென். அப்ப அதுக்கப்புறம் நீங்கள் ஆசீர்வாதத்தின் சுதந்திரவாளிகளாய் ഒരുപക്ഷേ மாறுவீர்கள். കഴിഞ്ഞ ദിവസങ്ങൾ വരെ നിങ്ങൾ ചുമന്നുകൊണ്ട് കിടന്നത് ശാപമായിരിക്കാം. ஆமென். ஒருவேளை கடந்த நாள் வரைக்கும் நீங்கள் ஒரு சாபத்தை சுமந்து ഇന്ന് கொண்டிருக்கலாம். രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ അനുഗ്രഹം നിറഞ്ഞവരായി തീർന്നു. ஆமென். இன்று இரவு ஆவியானவர் சொல்கிறார், நீங்கள் ஆசீர்வாதத்தில் நிறையப்பட்டவளாய் നിങ്ങൾ மாற்றுவார். ഇപ്പോൾ ചുമക്കുന്നത് അനുഗ്രഹമാണ്. ஆமென். இப்பொழுது நீங்கள் சுமந்து கொண்டிருக்கிறது ஒரு ஆசீர்வாதம். നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നീ അനുഗ്രഹം ചുമക്കുന്നവരാണെങ്കിൽ നീ രക്ഷപ്പെട്ടിരിക്കുക. ஆமென். உங்களுடைய கையில பணம் இல்லை என்றாலும் நீங்கள் ஆசீர்வாதத்தை சுமக்கிறவர்கள் ஆனபடியினால நீங்கள் எல்லாவற்றிலும் காப்பாற்றப்பட்டிருப்பீர்கள். എന്നോട് പൈസ വേണോ അനുഗ്രഹം വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അനുഗ്രഹം വേണമെന്നേ പറയത്തുള്ളൂ. ஆமென். என்கிட்ட இருந்து காசு வேணுமா ஆசீர்வாதம் வேணும் எது கேட்டா நான் ஆசீர்வாதம் தான் வேணும்னு சொல்லுவேன். പൈസ കൊണ്ട് മേടിക്കാൻ കഴിയാത്തതാണ് അനുഗ്രഹം. ஆமென். பணத்தால் வாங்க முடியாத காரியம் தான் ஆசீர்வாதம். അനുഗ്രഹം ഒരു വ്യക്തിയുടെ മേൽ വീണ് കഴിഞ്ഞാൽ ആ വ്യക്തി വർദ്ധിച്ചിരിക്കും. ஆமென். ஆசீர்வாதம் ஒரு மகன் மேல வந்தால் அவன் பெருகி இருப்பான். ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ആശീർവാദം വിടാൻ പോകുന്നു. இந்த இரவு அப்படிப்பட்ட ஒரு ஆசீர்வாதம் உங்கள் மேல் விழ போகிறது. ദൈവം അനുഗ്രഹം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നു. ஆமென். தேவ ஆசீர்வாதம் உங்களை நிரப்ப നിങ്ങൾ போகிறார். അനുഗ്രഹം ചുമക്കുന്നവരായി തീരാൻ நீங்கள் പോകുന്നു. ஆசீர்வாதத்தை சுமக்கிறவர்களாய் மாற ഇന്ന് போகிறீர்கள். നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഏതെങ്കിലും ശാപങ്ങൾ വെളിപ്പെട്ട് നിൽക്കുന്നെങ്കിൽ കർത്താവ് അതിനെ തുടച്ചു മാറ്റാൻ പോകുന്നു. ஆமென். இந்த இரவிலும் உங்களுடைய வாழ்க்கையில ஏதாவது ஒரு நிலைகள் சாபங்கள் வெளிப்பட்டு நிற்குமே என்றால் அதை ஆண்டவர் துடைத்து மாற்ற விரும்புகிறார். 2024 അനുഗ്രഹത്തിന്റെ വർഷമാക്കി ദൈവം തീർക്കാൻ പോകുന്നു. 2024 ஆசீர்வாதத்தின் ஆண்டாக ஆண்டவர் மாற்றுவார். എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? எத்தனை பேர் விசுவாசிக்கிறீங்க? പടിഞ്ഞാറും തെക്കും കൈവശമാക്കും. ஆமென். செந்தேசம் சுதந்தரித்துக் கொள்வீர்கள். പടിഞ്ഞാറും തെക്കും കൈവശമാക്കും. ஆமென். அதை நீங்கள் சுதந்தரித்துக் கொள்வீர்கள். ഓക്കെ, ഇതിന്റെ അകത്ത് ഈ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത് ഈ വെസ്റ്റും നോർത്തും ഒക്കെ ഈ സ്വന്തമാക്കും. ஆமா, நீ மேற்கு திசையும் தென் திசையும் சுதந்தரித்துக் கொள் என்றான். ഓക്കെ, പടിഞ്ഞാറും തെക്കും ഒക്കെ കൈവശമാക്കും. ஆமென். அந்த இடங்களை நீங்கள் சுதந்தரித்துக் கொள்வீர்கள். ഇതിന്റെ അകത്തിരിക്കുന്ന ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ലാൻഡുമായി മുട്ടുള്ള ബ്ലെസ്സിങ്സ് ദൈവം കൈമാറാൻ പോകുന്നു. இந்த இடத்துல வந்திருக்கிற சிலரோட ஆவியான என்னோடு சொல்கிறார், இட சம்பந்தப்பட்ட காரியங்கள் நீங்கள் அதை சுதந்தரித்துக் கொள்வீர்கள். കർത്താവ് ലാൻഡ് കൊണ്ട് സമൃദ്ധി ദൈവം അയക്കാൻ പോകുന്നു. ஆமென். ஐயோ, இட சம்பந்தப்பட்ட காரியங்கள் உங்களுக்கு ஒரு திருப்தியை ஆண்டவர் தர போகிறார். ദൈവം ചിലരുടെ അതിരുകളെ വിശാലമാക്കാൻ ஆமென். പോകുന്നു. சிலரோட வாழ்க்கையில் ஆண்டவர் ஒரு விசாலத்தை தர അത് போகிறார். വിശ്വസിക്കുന്നവർ കരമടിച്ച് அதை விசுவாசிக்கிறவர் நல்ல கரங்களை தட்டி ஆண்டவருக்கு மகிமை അത് கொடுக்க വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ விசுவாசிக்கிறவர் நல்ல സ്തുതിച്ചാട്ടെ. கரங்களை தட்டி ஆண்டவருக்கு ഇന്ന് மகிமை கொடுக்க. രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. இந்த இரவு சிலரை பரிசுத்த ஆவியான தொடுகிற ஒரு இரவா இருக்கும். പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ്. இந்த இரவு சிலரை பரிசுத்த ஆவியான தொடுகிறார். കർത്താവ് പറയുന്നു, നീ ചിലത് കൈവശമാക്കാൻ പോകുന്നു. ஆமென். ஆவியான என்னோடு சொல்லுகிறார், நீங்கள் சிலரை உங்களுடைய கையில எடுக்க போகிறீர்கள் என்று. ഇന്ന് നിന്റെ കൈ ഒഴിഞ്ഞ കൈയായിരിക്കാം. இனி உங்களுடைய கை பலத்த கையா இருக்கும். പക്ഷേ കർത്താവിനോട് പറയുന്നു, നീ ചിലത് കൈവശമാക്കാൻ പോകുന്നു. ஆமென். ஆவியான என்னோடு சொல்லுகிறார், நீங்கள் சிலதை கைவசமாக்குவீர்கள் என்று. നിന്റെ പേർക്ക് രജിസ്ട്രേഷനുകൾ നടക്കുക. ஆமென். உங்களுடைய பெயர்கள்ல சில பத்திர பதிவுகள் நடக்கும். നിന്റെ പേർക്ക് എഗ്രിമെന്റുകൾ എഴുതുക. உங்களுடைய பெயர்ல சில அக்ரிமெண்ட் எழுதப்படும். നിന്റെ പേര് അനുഗ്രഹിക്കപ്പെട്ട പേരായി തീരും. உங்களுடைய பெயர் ஒரு ஆசீர்வதிக்கப்பட்ட பெயராய் നിന്റെ இருக்கும். പേരിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ உங்கள் പോകുന്നു. பெயருக்கு மேல ஒரு தேவ மகிமை வெளிப்பட നിന്റെ போகிறது. പേരിന്റെ അകത്ത് നന്മ വെളിപ്പെടാൻ പോകുന്നു. உங்கள் பெயருக்கு மேலாக ஒரு நன்மை வெளிப்பட നിന്റെ போகிறது. പേര് കേൾക്കുമ്പോൾ തന്നെ പൈശാചിക ശക്തികൾ വിറയ്ക്കാൻ പോകുന്നു. உங்களுடைய பெயரை கேட்கும் போதே சில பிசாசின் மன்னங்கள் பயந்து நடுங்கும். കരം അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. விசுவாசிகள் நல்ல கரங்களை தட்டி ஆண்டவருக்கு மகிமை ഇതിന്റെ கொடுங்க. അകത്ത് ചിലരെ ദൈവം തൊടുന്ന இதற்குள்ள രാത്രിയാണ്. சிலரை தேவன் தொடுகிற ஒரு இரவா ഇതിന്റെ இருக்கும். അകത്ത് ചിലരെ ദൈവം തൊടുന്ന രാത്രിയാണ്. இதற்கு தேவன் சிலரை தொடுகிற ஒரு ഒരു ராத்திரி. തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. ஆமென். ஒரு சில பிள்ளைகளோட எழுப்புகிற ஒரு ராத்திரி. ജീവിതത്തിന്റെ അകത്തൊരു ശാപങ്ങൾ ദൈവം പൊട്ടിക്കുന്ന രാത്രിയാണ്. அவன் சிலரோட வாழ்க்கையில ஒரு விசாலத்தை கொடுக்கிற ஒரு ராத்திரி. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് പുതിയ മേഖലകൾ ദൈവം തുറക്കാൻ പോകുന്നു. என்னுடைய வாழ்க்கையில சில புதிய வாசல்களை പുതിയ തുറக்கிறார். മേഖലകൾ ദൈവം തുറക്കാൻ புதிய പോകുന്നു. நிலைகளை துறக்கிறார். വിശ്വസിക്കുന്നവർ കരം അടിച്ച് ദൈവത്തെ விசுவாசிகள் நல்ல கரங்களை தட்டி ஆண்டவருக்கு மகிமை கொடுங்க. അന്തരീക്ഷത്തിന്റെ അകത്ത് ഭയങ്കര മഹത്വം വെളിപ്പെടുന്നു. அவன் இந்த இடத்திற்குள்ளாக பயங்கர தேவ மகிமை வெளிப்பட்டு ഈ கொண்டிருக்கிறது. അന്തരീക്ഷത്തിന്റെ അകത്ത് ഭയങ്കര മഹത്വം വെളിപ്പെട്ട് നിൽക്കുകയാണ്. அவன் இந்த இடத்திற்குள்ளாக ஒரு பயங்கர தேவ மகிமை வெளிப்பட்டு கொண்டிருக்கிறது. ഈ സിസ്റ്ററുമായി ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിന്നിട്ട് எழுதுங்க சிஸ்டர்.
നിങ്ങളെ കർത്താവ് സ്പർശിക്കുകയാണ്. உங்களை ஆண்டவர் தொடுகிறார் இந்த இரவு. കർത്താവിനെ കാണിക്കുന്ന വെളിപ്പാട് ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ പോകുകയാണ്. ஆண்டவர் என்று சொல்லுகிற ஒரு காண்பிக்கிற ஒரு வெளிப்பாடு தேவ ராஜ்யத்துக்கு ஆண்டவர் உங்களை பயன்படுத்த போகிறார். കർത്താവ് നിങ്ങളുടെ നാവിനെ സ്പർശിക്കാൻ പോവുകയാണ്. ஆண்டவர் உங்களுடைய நாவை தொட போகிறார். നിങ്ങൾ ദെബോരെ പോലെ ഒരു മാതാവിനെ പോലെ ദൈവം നിങ്ങളെ ആക്കി തീർക്കാൻ நீங்கள் പോവുകയാണ്. தெபோரை போல ஒரு தாயாய் நீங்கள் இருப்பீர்கள். നിങ്ങൾ അനേകർക്ക് ഒരു ആശ്വാസമായി തീരാൻ நீங்கள் പോകുന്നു. அநேகருக்கு ஒரு ஆறுதலாய் இருப்பீர்கள். നിങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടോ? உங்களோடு യെസ്, ഭയങ്കര ദൈവിക വിളിയുള്ളതാണ്. അനേകർക്ക് ഒരു മാതാവായിട്ട് കർത്താവ് അവർ ഉപയോഗിക്കാൻ പോകുകയാണ്. ஆமென். அநேகருக்கு ஒரு தாயாய் ஆவிக்குரிய தாயாய் ஆண்டவர் உங்களை பயன்படுத்துவார். ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ അനേകരെ നിങ്ങൾ ആശ്വസിപ്പിക്കും. ஒரு அம்மா தாய் தேற்றுவதை போல நீங்கள் தேற்றுவீர்கள். ഭയങ്കര ദൈവിക വിളി അവരുടെ മേൽ കിടക്കുകയാണ്. ஆமென். இப்போ ஒரு பயங்கர தேவ கிருபை உங்க மேல இருக்கிறது. ഇന്ന് രാത്രി വലിയ പകർച്ച നിങ്ങളുടെ മേൽ ദൈവം അയക്കാൻ പോകുന്നു. ஆமென். இந்த இரவு அதற்கான பகிர்வை உங்கள் மேல் ஆண்டவர் வைக்கிறார். നിങ്ങൾ ഇതിന്റെ അകത്ത് വന്നത് അബദ്ധമല്ല. ஆமென். நீங்கள் இதற்குள்ள வந்தது ஒரு ஆக்சிடென்ட் அல்ல. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ஆண்டவர் உங்களை ஆசீர்வதிக்கிற ஒரு நாள். നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ദീർഘവർഷമായി നിങ്ങൾക്കിട്ട ചില പരിധികളെ കർത്താവ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. ஆமென். அநேக வருடங்களாய் இருக்கிற தடைகளை ஆண்டவர் உடைக்கிறார் இந்த இரவு. കർത്താവിന് പറയുന്നു ദീർഘവർഷമായിട്ട് ലിമിറ്റുകളെ കർത്താവ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. ஆமென். அநேக வருடங்களாய் உங்களுடைய வாழ்க்கையில் இருந்த சில எல்லைகளை ஆண்டவர் உடைக்கிறார். ഈ പ്രാർത്ഥന കഴിഞ്ഞ് 14 ദിവസം തികയുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചില അടയാളങ്ങൾ ദൈവം ஆமென். കാണിക്കും. இந்த ஜெபம் முடிந்து 14 நாட்கள் முடிவதற்கு முன்பாகவே அதற்குள்ள சில அடையாளங்களை நீங்கள் பார்ப்பீர்கள். പ്രധാനമായി ദൈവം എന്നെ കാണിക്കുന്ന വെളിപ്പാട് നിങ്ങളെ പ്രയർ ലൈഫിന്റെ അകത്ത് ഭയങ്കര ഒരു ചേഞ്ച് ഇന്ന് രാത്രി സംഭവിക്കും. பிரதானமாய் உங்களுடைய ஜெப வாழ்க்கையில ஒரு பெரிய ஒரு மாற்றத்தை ஆண்டவர் காண்பிப்பார். കർത്താവ് നിങ്ങളെ അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ஆமென். പോകുന്നു. ஆவியானவர் உங்களுடைய அபிஷேகத்தை அடுத்த ஒரு எல்லைக்கு ஆண்டவர் கொண்டு ദൈവം செல்கிறார். എന്നെ കാണിക്കുന്നു ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു. ஆமென். ஆவியானவர் என்னோடு சொல்கிறார் தேவ ராஜ்யத்துக்காக நான் பயன்படுத்த தெரிந்து கொள்ளப்பட்ட பாத்திரங்கள். വായ്കൾ തുറന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. நல்ல வாய்களை திறந்த ஆண்டவர் ஸ்தோத்திரம் യേശു பண்ணுங்க. ഇവിടെ വന്നിട്ടുണ്ട്. യേശു இங்கே வந்திருக்கிறார். യേശു ഇതിന്റെ അകത്ത് നടക്കുകയാണ്. യേശു இங்கே நடக்கிறார். യേശു നിന്നെ തൊടട്ടെ. യേശു உங்களை தொடுகிறார். ഇത് രാത്രി യേശു ചിലരെ തൊടുന്ന രാത്രി. இந்த இரவு தேவன் சிலரை தொடுகிற ஒரு ராத்திரி. ചിലരുടെ അവസ്ഥയെ മാറ്റുന്ന சிலருடைய രാത്രി. சூழ்நிலைகள் மாற்றப்படுகிற ஒரு ராத்திரி. അടുത്തൊരു സീസണിലേക്ക് ചിലരെ കൊണ്ടുപോകുന്ന രാത്രി. அவன் அடுத்த ஒரு எல்லைக்குள்ள கொண்டு போகிற ஒரு ராத்திரியா இருக்கு. ഹല്ലേലൂയ. ஹalleluya. യാക്കോബ് അനുഗ്രഹിച്ച അനുഗ്രഹം. ஆமென். யாக்கோபு ஆசீர்வதித்த ஆசீர்வாதம். 49 അധ്യായം ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 21 വാക്യം. ஆமென். ஆதியாகமம் 49 அதிகாரம் 21வது வசனம். നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ. அவன் நப்தலி விடுதலை பெற்ற பெண்மான். അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. அவன் இன்பமான வசனங்களை அவன் வசனிப்பான். നഫ്താലി സ്വാതന്ത്ര്യമായി നടക്കുന്ന പേടമാൻ. அவன் நப்தலி விடுதலை பெற்ற ஒரு பெண்மான். പേടമാൻ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, പേടമാനുമായി ബന്ധപ്പെട്ട് വേദപുസ്തകത്തിന്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്. അതിന്റെ അകത്ത് ഏറ്റവും അധികമായി നമുക്ക് കാണാൻ കഴിയുന്നത് പേടമാൻ ഒത്തിരി വേഗതയുള്ള ഒരു. வேதத்தை அநேக எடுத்துக்காட்டு சொல்லப்பட்டாலும் இந்த பெண்மான் என்பதை குறித்து நாம் பார்க்கும்போது அது வேகமாய் ஓடுகிற ஒரு காரியத்தை நாம் வெளிப்படுத்துகிறது. ഈ മാനുകളുടെ കാല് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കാണാൻ കഴിയും. നമ്മൾ ബാറ്ററിയുടെയൊക്കെ ചെരുപ്പ്, ഷൂസും ചെരുപ്പും ഒക്കെ മേടിച്ചിടും. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം അത് കീറിപ്പോകും. ஆமென். ஒருவேளை நமக்கு ஒரு செருப்பு வாங்கி போட்டோம்னா அது ஒரு வருஷமோ 2 வருஷத்துல அது பிஞ்சு போயிடும். പക്ഷേ ഈ മാനിന്റെ കാലിൽ, മാന്, പശു അങ്ങനെയുള്ള ഈ ജന്തുക്കളുടെ കാലിന്റെ അകത്ത് താഴെ ഈ കുളമ്പെന്ന് പറയും മലയാളത്തിൽ. അതിനകത്ത് ഒരു ഷൂ പോലെ ദൈവം ജനനത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ஆமென். இது போல மான், பசு அந்த மாதிரி மிருகங்களுக்கு ஆண்டவர் விசேஷமாய் ஒரு காலனியை கொடுத்திருக்கிறார். അപ്പോൾ ഈ പേടമാന്റെ കാലിലും ഇതുണ്ട്. ஆமென். இந்த பெண்மானுடைய கால்கள் அங்கே உண்டு. സാധാരണ ഒരു വ്യക്തിക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ഏത് ചെളിയിലും ഏത് കഠിനമായ സ്ഥലത്തിലും ഇതിൽ ചവിട്ടി കയറാൻ കഴിയും. ஆமென். சாதாரண மக்களால் ஏற முடியாத எந்த ஒரு காரியத்திலும் பெண்மானோட ஏறி வருவார்கள். സ്വാതന്ത്ര്യമായി നടക്കുന്ന പേടമാൻ. ஆமென். നഫ്താലി സ്വാതന്ത്ര്യമായി നടക്കുന്ന அவன் പേടമാൻ. நப்தலி விடுதலை பெற்ற ஒரு பெண்மான். അതിന്റെ അർത്ഥം നഫ്താലിയെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. அவன் அதனுடைய அர்த்தம் நப்தலியை ஒதுக்க எந்த ஒரு வல்லமையாலும் முடியாது. ഇന്ന് നിന്റെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്ന പല മേഖലകൾ കാണും. പക്ഷെ എന്നോട് ദൈവം പറയുന്നു, ആ മേഖലകളുടെ അകത്ത് ഒരു വിടുതൽ ദൈവം അയക്കാൻ പോകുന്നു. அவன் இன்று உங்களை தடை பண்ணுகிற அநேக காரியங்கள் இருக்கலாம். ஆனால் இன்று ஆவியானவர் சொல்லுகிறார் அதற்கு மேலே ஆண்டவர் ஒரு விடுதலை உங்கள் மேல் தர ഈ போகிறார். പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പേ ചിലക്ക് ദൈവം സ്വാതന്ത്ര്യത്തിന്റെ ചലനം ദൈവം അയക്കാൻ പോകുന്നു. அவன் இந்த ஆராதனை முடிவதற்கு முன்பாகவே அதற்கு மேல சில விடுதலை ஆண்டவர் அனுப்ப നീ போகிறார். സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പോകുന്നു. ஆமென். நீங்கள் விடுதலையோடு வாழ போகிறீர்கள். നിന്റെ വീട്ടിന്റെ അകത്ത് ദൈവിക സ്വാതന്ത്ര്യം ദൈവം അയക്കാൻ உங்கள் പോകുന്നു. வீட்டிற்குள்ள ஒரு தெய்வீக விடுதலை ஆண்டவர் அனுப்புகிறார். കർത്താവിനോട് പറയുന്നു, നിന്നെ തളച്ചിടുവാൻ, നിന്നെ ലിമിറ്റ് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. ஆமென். ஆவியானவர் சொல்ல உங்களை ஒரு மட்டப்படுத்த ஒரு எல்லைக்குள்ள அடைக்க எவராலும் முடியாது. നിന്റെ ഫ്രീഡത്തെ ഇല്ലാതാക്കുന്ന മേഖലകളെ കർത്താവ് തൊടാൻ പോകുന്നു. ஆமென். உங்கள் சுதந்திரத்தை இல்லாமல் ஆக்குகிற காரியங்களை ஆவியானவர் தொட போகிறார். അതിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ലാവണ്യ വാക്കുകൾ പറയുന്നു. ஆமென்.
ஆமென் இதற்குள்ளே ஆமென் லாபானுடைய അതിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലാവണ്യ വാക്കുകൾ. തമിഴിൽ വായിച്ചാട്ടെ. ஆமென் அதற்கு அப்புறமுள்ள வார்த்தைகள் இன்பமான வசனங்களை அவன் வசனிப்பான் என்று. നിന്റെ വായിൽ നിന്ന് നല്ല വാക്കേ വരാവൂ. ஆமென் உங்களுடைய வாயிலிருந்து நல்ல வார்த்தை வருமா? കെട്ട വർത്തമാനം ഒന്നും പറയരുത്. கெட்ட வார்த்தை ஒண்ணு சொல்லிராதீங்க. ചിലർ വാ തുറന്ന കെട്ട വർത്തമാനമേ പറയത്തുള്ളൂ. ஆமென் சில வாயை திறந்தா கெட்ட வார்த்தை தான் வரும். ഇത് നടക്കത്തില്ല, അത് നടക്കത്തില്ല, ഇത്രയും വലിയത് വേണോ, ഇത്രയും വലിയ സംവിധാനം, ഇത്രയും ലൈറ്റ് വേണമോ. ஆமென் சிலருக்கு அதே தான் ஒரு பிரச்சனை. இது நடக்காது, அது நடக்காது, அநேக அது தேவை இது தேவைன்னு அதையே சொல்லிட்டு இருப்போம். ഇത്രയും ഫാൻ വേണമോ, இவ்வளவு ஃபேன் வேணும், ഇവിടെ അടുത്ത് AC വരാൻ പോകും, அடுத்து ஏசியும் வரப்போகுது. കർത്താവേ ഇവരിവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. ஆண்டவரே இதோட நிற்க மாட்டானோ. ഇതുപോലെ ചിലരുടെ വായിൽ നിന്ന് ഇങ്ങനെ കെട്ട വർത്തമാനമേ വരത്തുള്ളൂ. இது மாதிரி சிலருடைய வாயிலிருந்து கெட்ட வார்த்தைகள் வரும். നിന്റെ വായിൽ നിന്ന് എപ്പോഴും നല്ല വാക്കേ വരാവൂ. ஆமென் உங்களுடைய வாழ்க்கையிலிருந்து எப்போதும் நல்ல வார்த்தைகள் தான் வரணும். എന്ത് പറയുന്നോ അതാണ് നിന്റെ ലൈഫിന്റെ അകത്ത് വെളിപ്പെട്ട് വരുന്നത്. நீங்க என்ன சொல்லுகிறீங்களோ அதுதான் உங்களுடைய வாழ்க்கையில் நடக்கும். നീ നല്ല കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നല്ല കാര്യങ്ങൾ ஆமென் நீங்க நல்ல வார்த்தைகளை பேசுகிற நபரா இருந்தீங்கன்னா உங்களுடைய வாழ்க்கையில் நல்ல காரியங்கள் നീ நடக்கும். മറ്റുള്ളവന്റെ അനുഗ്രഹത്തിൽ അസൂയപ്പെട്ട് നോക്കിക്കേ അസൂയപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരിക്കലും ഉയർച്ച വരത്തില്ല. மற்றவருடைய ஆசீர்வாதத்தை பார்த்து நீங்கள் பொறாமையால் நின்றீங்கன்னா உங்களுடைய வாழ்க்கையில ஒரு ஆசீர்வாதமும் வராது. അയൽവാസിക്ക് ഒരു വീട് കൊടുക്കുമ്പോൾ അവൻ ഇത്രയും വലിയ വീട് വേണമെന്ന് നീ പറഞ്ഞാൽ നീ വീട് ചോദിക്കുമ്പോൾ ദൈവം ചോദിക്കും നിനക്കും ഇത്രയും വലിയ വീട് വേണമെന്ന് ചോദിക്കും. ஆமென் உங்களுடைய வீட்டுல யாராவது பெரிய வீடு கட்டுறாங்கன்னா அதை பார்த்து நீங்க இவனுக்கு இவ்வளவு பெரிய வீடான்னு நீங்க கேட்டீங்கன்னா ஆண்டவர்கிட்ட நீங்க ஒரு வீடை கேட்கும்போது அவர் சொல்லுவார் உனக்கு அவ்வளவு பெரிய வீடு வேணுமா என்று. അയൽവാസിയുടെ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ കുഞ്ഞിന് ഇത്രയും വിദ്യാഭ്യാസം വേണമെന്ന് ചോദിക്കുമ്പോൾ നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസമേ നീ കൈയടിച്ച് പാടുമ്പോൾ ദൈവം ചോദിക്കും നിനക്ക് ഇത്രയും വലിയ വിദ്യാഭ്യാസം വേണമോ. ஆமென் நீங்க பார்க்கிற பிள்ளைகள் அவங்க படிப்புல அதிகமா உயர்ந்து வரும்போது ஆண்டவர் இவளுக்கு இந்த பிள்ளைக்கு இவ்வளவு படிப்பு வேணுமான்னு நீங்க சொன்னீங்கன்னா உங்களுடைய பிள்ளைகளுக்கு நாங்கள் ஜெபிக்கும் போது ஆண்டவரும் அதே கேள்வியை கேட்பார். നിങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നിങ്ങളെ മാനിക്കും. ஆமென் நீங்கள் மற்றவருடைய ஆசீர்வாதத்தில் நீங்கள் சந்தோஷப்படுவீர்கள் என்றால் ஆண்டவர் உங்களையும் கனப்படுத்துவார். നമ്മൾ എത്ര തന്നെ പ്രസംഗിച്ചാൽ ഇത് ചിലരുടെ ലൈഫിൽ ഒരിക്കലും വെളിപ്പെട്ട് വരത്തില്ല. ஆமென் நாம எவ்வளவுதான் பிரசங்கம் பண்ணாலும் சிலருடைய வாழ்க்கையில இது வராது. ഞാൻ ഭയങ്കര കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കും, പക്ഷേ എനിക്ക് ഈ എത്ര പ്രസംഗിച്ചിട്ടും ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരാത്തത് എന്റെ ചർച്ചയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ஆமென் நான் இதே மாதிரி அநேக பிரசங்கத்தை பண்ணிட்டு சிலருடைய வாழ்க்கையில மாற்றத்தை வராததை நான் பார்த்திருக்கிறேன். അതിന്റെ അകത്ത് എനിക്ക് മനസ്സിലായത് ഇത് ദൈവത്തിന്റെ ഒരു ഭയങ്കര ദാനമാണ്. ஆமென் அதற்கு அப்புறம் தான் எனக்கு புரிந்தது அது பயங்கர ஒரு தேவ ரகசியம். ശലോമിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് കാണാൻ കഴിയും ഹൃദയ വിശാലത ദൈവം ശലോമിന് കൊടുത്ത ദാനമാണ്. ஆமென் நாம சாலமோனை குறித்து பார்க்கிறோம். சாலமோனுடைய இருதயம் விசாலமா இருந்தது, அது தேவன் கொடுத்த தயவு என்று. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളുടെ ഉയർച്ച തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലതയാണ്. ஆமென் உங்களுடைய வாழ்க்கையின் உயர்வை தீர்மானிப்பது உங்கள் இருதயத்தின் ஆமென் விசாலதை. നിങ്ങൾ ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉയരത്തില്ല. ஆமென் நீங்கள் குறுகிய சிந்தையை கொண்டவர்கள் என்றால் நீங்கள் ஒருபோதும் உயர்வதில்லை. നിങ്ങൾക്ക് ഒരു പൈസയും കാണത്തില്ല, உங்களுக்கு ஒரு பணமும் இருக்காது. നിങ്ങളുടെ വീട് ചെറിയ വീടായിരിക്കും, உங்களுடைய வீடு சின்ன வீடா നിങ്ങളുടെ இருக்கும், വരുമാനം ചെറുതായിരിക്കും, உங்களுடைய வருமானமும் கொஞ்சம் പക്ഷെ இருக்கும். വലിയൊരു ഹൃദയമുണ്ടെങ്കിൽ വലിയ ദൈവം നിങ്ങളെ വലിയവനാക്കി ஆமென் തീർക്കും. உங்களுக்கு ஒரு பெரிய இருதயம் உண்டு என்றால் பெரிய பெரிய காரியங்களை ஆண்டவர் உங்களுக்கு செய்வார். വിശ്വസിക്കുന്നവർ കരമടിച്ച് விசுவாசிக்கிறோம் நல்ல கரங்களை தட்டி ஆண்டவருக்கு மகிமை கொடுக்க. ഹല്ലേലൂയ ஹalleluya ഹല്ലേലൂയ. ஹalleluya. ഈ അസൂയുള്ളവരാണ് കുറ്റം പറയുന്നത്. ஆமென் இந்த பொறாமை உள்ள ஆட்கள் தான் மற்றவங்களை குற்றம் சொல்கிறது. നല്ല ആളുകൾ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോകും. ஆமென் நல்ல ஆட்கள் நல்லா இருக்கு அப்படின்னு சொல்லிட்டு ഒരു போவாங்க. അസൂയുള്ള വ്യക്തി ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ அவர் பொறாமை நிறைந்த நபர் இதுக்குள்ள வந்தாங்கன்னா അവൻ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ടേ அவங்க പോകത്തുള്ളൂ. ஏதாவது ஒரு குற்றத்தை കണ്ടുപിടിച്ച് தான் പോவாங்க. പ്രസംഗത്തിന്റെ അകത്ത് ആരംഭം മുതൽ അവസാനം വരെ പുള്ളി പ്രസംഗിക്കുന്നത് കൊള്ളാവോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ஆமென் சிலர் வந்துட்டு இந்த பிரசங்கம் நல்லா இருக்குமா நல்லா பேசுவான்னு நினைச்சிட்டு இருப்பாங்க. പാസ്റ്റർ എങ്ങനെയാണ് നിൽക്കുന്നത്, നിവർന്നാണ് നിൽക്കുന്നത്, ചരിഞ്ഞാണ് നിൽക്കുന്നത്, ഓടുകയാണോ ചാടുകയാണോ അതൊക്കെ നോക്കും. ஆமென் பாஸ்டர் எப்படி நிக்கிறார், நேரா நிக்கிறாரா, சரிஞ்சு நிக்கிறாரா, அங்க போறாரு அங்க போறாரு, அதுல ஏதாவது குற்றம் கண்டுபிடிச்சிட்டு இருப்பாங்க. ഈ പ്രസംഗിക്കുന്നത് ബൈബിളിൽ നിന്നാണോ പ്രസംഗിക്കുന്നതെന്ന് നോക്കും. ஆமென் இந்த ஊழியக்காரர் பைபிள்ல இருந்தா பேசுறாரான்னு கவனிப்பாங்க. പക്ഷെ ഹൃദയ വിശാലമുള്ള ഒരു വ്യക്തി ഇതിന്റെ അകത്ത് കയറി വന്നു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചും ആരാധിച്ചും സ്തുതിച്ചുകൊണ്ടിരിക്കും. ஆமென் பெரிய இருதயத்தோடு வருந்தீங்கன்னா அவங்களுடைய இருதயம் அவங்க பேசும்போதே ஆராதிக்க துவங்கும். നമ്മുടെ ഹൃദയ വിശാലത എത്രത്തോളം വലുതാണ് അത്രത്തോളം കർത്താവ് നമ്മെ മാനിക്കും. உங்களுடைய இருதயம் எவ்வளவு பெரிதோ அவ்வளவாய் ஆண்டவர் உங்களை ஆசீர்வதிப்பார். എന്താണ് ഹൃദയവും നാവും തമ്മിൽ ഞാൻ ബന്ധപ്പെടുത്തി പറഞ്ഞത്? இதுதான் நான் இருதயத்தையும் நாவையும் நான் தொடர்புபடுத்தி சொன்னேன். ഹൃദയത്തിൽ നിറയുന്നതാണ് വാതിൽ കൂടെ നമ്മൾ ஆமென் പ്രസ്താവിക്കുന്നത്. இருதயத்தில் நிறைந்திருக்கிறது தான் வாய் மூலமாக வெளிப்பட்டு ഇതിന്റെ வரும். അകത്ത് നഫ്താലിയെ പറ്റി പറയുന്നു, ലാവണ്യ വാക്കുകൾ പറയുന്നു. ஆமென் இதற்குள்ள நான் ஆமென் நப்தாலி பத்தி சொல்லுகிறேன், இன்பமான வார்த்தைகளை பேசுகிறார். എന്തുകൊണ്ടാണ്? അവന്റെ ഹൃദയം നല്ല ഹൃദയമാണ്. ஏனென்றால் அவனுடைய இருதயம் நல்ல இருதயமாய் இருந்தது. വാക്ക് വ്യക്തികളെ ജീവിപ്പിക്കുന്ന വാക്കുകളായി തീരും. உங்களுடைய வாழ்க்கை உங்களுடைய வார்த்தைகள் மற்றவர்களை உயிர்ப்பிக்கிற வார்த்தையாய் இருக்க നിന്റെ வேண்டும். വാക്ക് ആരെ കരീപ്പിക്കുന്ന വാക്കായി തീരരുത്. ஆமென் உங்களுடைய வார்த்தைகள் மற்றவர்களை அள வைக்கிற வார்த்தைகளா இருக்க கூடாது. നിങ്ങൾക്കറിയാവോ, വാക്ക്
വാക്കുകൾ കൊണ്ട് ജീവിപ്പിക്കാൻ കഴിയും, വാക്കുകൾ കൊണ്ട് കൊല്ലാനും കഴിയും. ஆமென். ஒரு வார்த்தையினால் அவர்களை கட்டவும் முடியும், ஒரு வார்த்தையினால் அவர்களை இடிக்கவும் முடியும். നിങ്ങൾ ആരെയും കൊല്ലുന്നവരായി തീരരുത്, നിങ്ങൾ ജീവിപ്പിക്കുന്നവരായി நீங்கள் யாரையும் கொல்லுகிறவர்களா இருக்க கூடாது, நீங்கள் அநேகரை உயிர்ப்பிக்கிறவர்களா இருக்க வேண்டும். അയൽവാസി മരണകരമായ ഒരു രോഗത്തിലിരിക്കുമ്പോൾ അവരെ മുഖത്ത് നോക്കി നാളെ മരിക്കുമെന്ന് പറയരുത്, മറിച്ച് പറയണം യേശു നിങ്ങളെ ജീവിപ്പിക്കുമെന്ന് പറയണം. ஆமென். உங்களுக்கு பக்கத்துல யாராவது ஒரு மரண கட்டில இருப்பாங்கன்னா அவங்கள பார்த்து நீங்க மரிச்சிருவேன்னு சொல்லாதீங்க, அவங்கள பார்த்து நீங்க சொல்லுங்க ஆண்டவர் உங்களை உயிர்ப்பிப்பார். നിങ്ങളുടെ അയൽവാസി ഒരു ജപ്തി നടപടി ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാളെ ജപ്തി ചെയ്യും, ഇതുപോലെ ജപ്തി നടപടികൾ ഫേസ് ചെയ്തവരുടെ വീടുകൾ ജപ്തി ചെയ്തെന്ന് നീ പറയരുത്, മറിച്ച് നീ പറയണം യേശു നിന്റെ ജപ്തിയെ മാറ്റും. ஆமென். உங்களுக்கு உங்க பட்டணத்துல யாரோட வீடை ஜப்தி பண்ண வராங்கன்னா அவங்கள பார்த்து நீங்க ஜப்தி பண்ணிடுவாங்கன்னு சொல்லிடாதீங்க, அவங்ககிட்ட பார்த்து சொல்லணும் ஆண்டவர் உங்களுடைய வாழ்க்கையை മാറ്റുവാർ என்று. വേദപുസ്തകത്തിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നു, അധമമായത് എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സുകൾ ഉപേക്ഷിച്ച് ഉത്തമമായത് നല്ലതിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവ് ദൈവത്തിന്റെ നാവായി തീരും. ஆமென். உலகத்துல நம்ம அநேக பார்க்க முடியும், நீங்க நல்ல வார்த்தைகள் நல்ல இருதயத்தோட நீங்க பேசுங்கன்னா உங்களுடைய நாவு தேவனுடைய நாவாய் இருக்கும். നിങ്ങൾക്ക് വേണ്ടാത്ത സംസാരങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ നാവിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാവിനെ കർത്താവ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. தேவையில்லாத காரியங்கள் தேவையில்லாத எண்ணங்கள் ஆலோசனைகளை மாற்றி வைப்பீர்களானால் உங்களுடைய நாவை ஆண்டவர் பயன்படுத்த ஏதுவாய் இருக்கும். എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? எத்தனை பேர் விசுவாசிக்கிறீங்க? ഇന്ന് രാത്രി ചിലരുടെ നാവിനെ ഭയങ്കരമായിട്ട് ദൈവം സ്പർശിക്കാൻ പോകുന്നു. அவன் இந்த இரவு சிலருடைய நாவுகளை தேவன் பயங்கரமாய் தொட போகிறார். നീ ഒരു ക്യാൻസർ രോഗിയെ നോക്കി ക്യാൻസർ മാറുമെന്ന് പറഞ്ഞാൽ മാറിയിരിക്കുക. நீங்கள் ஒரு புற்றுநோயுள்ள நோயாளியை பார்த்து கேன்சர் மாறட்டும் என்றால் சொன்னால் அது மாறி இருக்கும். നീ ഒരു രോഗിയെ നോക്കി രോഗി സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ രോഗി സൗഖ്യമായിരിക്കും. நீங்கள் ஒரு வியாதியஸ்தனை பார்த்து சுகமாகி என்றால் அவன் சுகமாகி இருப்பான். ഇന്ന് രാത്രി ചിലരുടെ നാവുകളെ കർത്താവ് തൊടാൻ പോകുകയാണ്. அவன் இந்த இரவு சிலருடைய நாவை ஆண்டவர் தொட போகிறார். എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? எத்தனை பேர் விசுவாசிக்கிறீங்க? നിന്റെ നാവ് ദൈവത്തിന്റെ നാവായി തീരാൻ പോകുന്നു. உங்களுடைய நாவோ தேவனுடைய நாவாய் மாற போகிறது. നാവിലൂടെ പുറത്തു വരുന്ന ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി തീരാൻ உங்கள் നാവിலிருந்து வருகிற சத்தம் தேவ சத்தமாய் இருக்கும். കൊതിക്കുന്നവർ കരം അടിച്ചു ദൈവത്തെ സ്തുതിച്ചു. அவன் அதை ஏங்குகிறவன் நல்ல கரங்களை தட்டி ஆண்டவருக்கு மகிமை கொடுப்பான். നാവിന്റെ അകത്ത് അഭിഷേകം വീഴുകയാണ്. அவன் இந்த இரவு சிலருடைய நாவின் மேல் அப்படிப்பட்ட ஒரு அபிஷேகம் விழுகிறது. இந்த இரவு சிலருடைய நாவின் மேல் சம்பவிக்கிறது. നാവിന്റെ അകത്ത് ഒരു സ്പർശനം உங்கள் நாவின் மீது ஒரு பயங்கர ஒரு மாற்றம் நடக்கிறது. യെശയ്യാവിന്റെ നാവിനെ ശുദ്ധീകരിച്ചതുപോലെ, ஆமென். ஏசாவுடைய நாவை சுத்திகரித்தது போல, യിരെമ്യാവിന്റെ നാവിനെ തൊട്ടതുപോലെ, യെരേമിയ നാவை தொட்டது போல ഇന്ന് രാത്രി ചിലരുടെ നാവിനെ ദൈവം തൊടാൻ இந்த പോകുന്നു. இரவு சிலருடைய நாவை ஆண்டவர் தொட ഈ போகிறார். പ്രാർത്ഥന കഴിഞ്ഞ് നീ പറയുന്നതൊക്കെ സംഭവിക്കാൻ പോകുന്നു. அவன் இந்த ஜெபம் பண்ணி நீங்க போகும்போது இந்த மாற்றங்கள் നീ நடந்திருக்கும். കടം മാറട്ടെ എന്ന് പറയുമ്പോൾ കടം മാറാൻ പോകുന്നു. அவன் இந்த காரியம் இப்படி ஆகட்டும் என்று சொன்னால் அது அப்படி ஆகும். നീ ഉയർച്ച വരട്ടെ എന്ന് പറയുമ്പോൾ ഉയർച്ച വരാൻ പോകുന്നു. உயர்வு வரட்டும் என்று சொன்னால் உயர்வு வரும். നീ വർദ്ധിക്കട്ടെ എന്ന് പറയുമ്പോൾ വർദ്ധിക്കാൻ പോകുന്നു. அவன் நான் பெருகுவேன் என்று நீங்கள் சொல்வீர்கள், நீங்கள் பெருகுவீர்கள். എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? எத்தனை பேர் விசுவாசிக்கிறீங்க? ഈ ഇങ്ങനെ വായിലൊന്ന് കൈവച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. அவன் இப்படி வாயில கை வச்சிட்டு இப்ப ஜெபம் பண்ணலாமா? യേശുവേ, இயேசுவே എന്റെ നാവിനെ തൊടണമേ. என்னுடைய நாவை தொடணுமே. യെശയ്യാവിന്റെ നാവിനെ തൊട്ടതുപോലെ, ஏசாயாவுடைய நாவை தொட்டது போல, യിരെമ്യാവിന്റെ നാവിനെ തൊട്ടതുപോലെ, எரேமியா நாவை தொட்டது போல എന്റെ നാവിനെ അങ്ങ് തൊടണം. என்னுடைய நாவை நீ தொட வேண்டும். എന്റെ നാവ് അങ്ങയുടെ നാവാക്കി തീർക്കണം. என்னுடைய நாவை உம்முடைய நாவாய் மாற்று. എന്റെ നാവിനെ അങ്ങ് ഉപയോഗിക്കണമേ. என்னுடைய நாவை நீ பயன்படுத்து. എന്റെ നാവ് ദൈവത്തിന്റെ ശബ്ദമാക്കി തീർക്കണമേ. என்னுடைய நாவை தேவ சப்தமாய் மாற்று. എന്റെ നാവ് അനേകരെ ജീവിപ്പിക്കുന്ന നാവാക്കി என்னுடைய நாவு அநேகரை உயிர்ப்பிக்கிற ஒரு நாவாய் மாறு. യേശുവിന്റെ നാമത്തിൽ തന്നെ. இயேசுவின் நாமத்தில் ആമേൻ. ആമേൻ. കരമുയർത്തി തന്നെ സ്തുതിച്ചാട്ടെ. கரங்களை உயர்த்தி ஆண்டவரை துதிக்கலாமா? ഇന്ന് മുതൽ നിങ്ങളുടെ നാവ് യേശുവിന്റെ നാവാണ്. ஆமென். இன்று முதல் உங்களுடைய நாவு தேவனுடைய நாவாய் இருக்கும். നിങ്ങളുടെ നാവിലൂടെ ഇന്ന് മുതൽ യേശു സംസാരിക്കാൻ ஆமென். പോകുന്നു. உங்களுடைய நாவு மூலமாக இன்று முதல் தேவன் பேச போகிறார். പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് നാവും കൈയും കാലും ഒക്കെ വേണം. ஆமென். தேவன் இந்த உலகத்தை கிரியை செய்ய அவருக்கு நாவு கைகள் கால்கள் எல்லாம் வேணும். അതിനുവേണ്ടി ദൈവം ദൈവത്തിന്റെ നാവായി നിങ്ങളുടെ നാവിനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ஆமென். அதற்காக தான் உங்களுடைய நாவை தேவன் தம்முடைய நாவாக்கி உங்களை பயன்படுத்த போகிறார். പിശാചിനും ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ മനുഷ്യന്റെ നാവിനെയും കൈയിനെയും കാലിനെയും അവയവങ്ങളെ വേണം. ஆமென். பிசாசும் இந்த உலகத்துல கிரியை செய்வதற்கு அவனுக்கும் நாவு கண்கள் கை கால்கள் எல்லாம் வேணும். അതുകൊണ്ടാണ് വേദപുസ്തകത്തിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നത്, മുമ്പേ നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളായിരുന്നു, ഇപ്പോഴോ ക്രിസ്തുവിൽ നീതിയുടെ ആയുധങ്ങളായി തീർന്നു. ஆமென். அதனால தான் வசனம் சொல்கிறது, முன்பே நீங்கள் அநீதியுள்ள காரியங்களாய் இருந்தீர்கள் உங்களுடைய நாவு எல்லாம், ஆனால் அதற்கு பின்பாகவோ நீங்கள் நீதியாய் எல்லாம் மாற்றப்பட்டீர்கள். നമ്മൾ നോക്കിക്കേ, മുമ്പ് നമ്മൾ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിശാചിന്റെ ഒരു ആയുധമായിരുന്നു. ஆமென். முன்பாக நாங்கள் பொய் சொல்லி கொண்டிருக்கும் போது நம்முடைய நாவு பிசாசு பயன்படுத்துகிற நாவாய் இருந்தது. ഇപ്പോൾ നമ്മൾ സത്യം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ നാവായി തീരുന്നു. இப்பொழுது நாம் சத்தியத்தை பேசும்போது தேவனுடைய நாவாய் மாறி இருக்கிறது. മുമ്പ് നമ്മൾ കുറ്റം പറയുമ്പോൾ പിശാചിന്റെ നാവായിരുന്നു. முன்பே நாம் மற்றவர்களை குறை சொல்லும்போது அது ஒரு பிசாசின் நாவாய் இருந்தது. ഇന്ന് നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ നാവ് ദൈവത്തിന്റെ നാവായി ஆமென். இனி நாம் நல்ல வார்த்தைகளை பேசும்போது அது தேவனுடைய நாவாய் இருக்கும். മുമ്പ് നമ്മൾ കഠിന വാക്കുകൾ പറയുമ്പോൾ
പറയുമ്പോൾ അത് പിശാചിന്റെ നാവായിരുന്നു. அவன் முன்பு நாம் கேலி செய்த வார்த்தைகளை பேசும்போது பிசாசின் வார்த்தை நாவாயிருந்தது. മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ നാവ് ദൈവത്തിന്റെ നാവായിരുന്നു. ஆனால் இன்று நாம் மற்றவர்களை ஆசீர்வதிக்கும் போது நம்முடைய நாவு தேவனுடைய நாவாயிருக்கும். ഒരു മിനിറ്റ് അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാവോ? ஒரு நிமிஷம் அந்நிய பாஷைகளை ஜெபிக்கலாமா? അത് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലേക്ക് അത് സംഭവിക്കണം. அது இந்த இரவு நம்முடைய வாழ்க்கையில் நடக்கணும். ഈ ഹാളിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പേ നാവിൽ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കണം. இந்த இடத்திலிருந்து வெளியே போவதற்கு முன்பாகவே நாவில் ஒரு மாற்றம் வந்திருக்கணும். ഭാഷ ലഭിച്ചവർ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ அந்நிய பாஷை பெற்ற தேவனுடைய பிள்ளைகள் எல்லாரும் வாயிலை திறந்து அந்நிய பாஷைகளை ஜெபிக்க പകർച്ച പരിശുദ്ധാത്മാവ് വഹിക്കാൻ പോകുന്നു. ஒரு பயங்கர பகிர்வு இந்த இரவு உண்டாகும். ചിലരുടെ അന്യഭാഷ മാറാൻ പോകുന്നു. சிலருடைய அந்நிய பாஷையானவர் மாற்ற போகிறார். ചിലർ പ്രവചിക്കാൻ പോകുന്നു. சிலர் தீர்க்கதரிசனம் உரைக்க போகிறீர்கள். ചിലർ പ്രവചിക്കാൻ പോകുന്നു. சிலர் தீர்க்கதரிசனம் உரைக்க ഈ போகிறீர்கள். സഭയ്ക്കകത്തുനിന്ന് പ്രവാചകന്മാരെ ദൈവം இந்த എഴുന്നേൽപ്പിക്കാൻ ஆலயத்திலிருந்து தீர்க்கதரிசனவர் எழுப்ப போகிறார். ഈ സഭയ്ക്കകത്തുനിന്ന് പ്രവാചകന്മാരെ ദൈവം இந்த എഴുന്നേൽപ്പിക്കാൻ ஆலயத்திற்குள்ள இருந்து தீர்க்கதரிசனவர் எழுப்புவார். പാസ്റ്ററിലൂടെ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ அவன் പോകുന്നു. இந்த பாஸ்டர் கூட இணைந்து ஊழியம் செய்ய ஒரு சிறு கூட்டமான ஒரு ஜனங்களை பிள்ளைகளை அவர் ஆயத்தப்படுத்துகிறார். പാസ്റ്ററുടെ ഇടത്തും വലത്തും ഒരു കൂട്ടം ചെറുപ്പക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ அவன் പോകുന്നു. பாஸ்டருடைய இடப்பக்கம் வலது பக்கம் இங்கே இருக்கிற சிறு பிள்ளைகள் உடையாய் நிற்பார்கள். അവർ പറ്റിക്കുന്നവരല്ല, அவர்கள் ஏமாத்துகிறவர்களாய் அல்ல, അവർ കുറ്റം പറയുന്നവരല്ല, அவர்கள் குற்றம் പറய சொல்ல மாட்டார்கள். ഏത് രാത്രിയും കൂടെ നിൽക്കുന്ന ഒരു തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ அவன் പോകുന്നു. எந்த இரவு கூட்டாலும் கூட நிற்கிற ஒரு தலைமுறை இந்த இரவாண்டர் எழுப்பி கொண்டிருக்கிறார். അങ്ങനെ ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കാം. அப்படிப்பட்ட சில தலைமுறைகளான எழுப்ப போகிறார். ഈ സഭയ്ക്കകത്തുനിന്ന് ഭയങ്കരമായിട്ട് ഈ കുഞ്ഞ് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ദൈവം ഭയങ്കരമായിട്ട് ഈ പണിത് പുറത്തെടുക്കും. ஆமென். இந்த ஆலயத்தை சம்பந்தப்பட்ட முன்னாடி இருக்க இந்த சிறு பிள்ளைகள் நிமித்தமாக பயங்கர ஒரு மாற்றம் இங்க நடக்கும். കർത്താവിനെ കാണിക്കുന്ന വെളിപ്പാട് ഇങ്ങനെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ സഭയോട് പറ്റി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ஆமென். ஆவியான எனக்கு காண்பிக்க காரியம் இங்க இருக்கிற சிறு பிள்ளைகளை எந்த ஒரு லாப நோக்கத்தோடு இல்லாமல் ஆண்டவருக்காக இந்த சபையோடு இணைந்து நிற்பார்கள். നിങ്ങൾക്ക് വിശ്വസിച്ച് എവിടെ വേണമെങ്കിലും പറഞ്ഞേക്കാം. അങ്ങനെ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ ഇവിടെ വന്നത് എത്രമാത്രം കഷ്ടപ്പാടിലൂടെയാണ് ഇങ്ങനെ വന്നതെന്ന് അറിഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. அவன் இருக்கிற ஊழியர்கள் எவ்வளவு கஷ்டப்பட்டு இந்த இடத்துக்கு வந்திருக்கார்கள் என்பதை உணர்ந்தவர்களாக இங்க இருக்கிற பிள்ளைகள் எழும்பும் போது அவர்களை நம்பி எந்த இடத்துக்கும் அவர்களை அனுப்பலாம் என்று வரத்தக்க நிலையில் அவர்களை மாற்றுவார். കർത്താവിനെ കാണിക്കുന്നു അങ്ങനെ ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കുക. அவன் கர்த்தருக்கு ராஜ்யத்துக்காக ஒரு நல்ல பிள்ளைகளை இந்த இடத்துல உருவாக்குவார். പരിശുദ്ധാത്മാവ് അവനോട് പറയുന്നു, ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ചില മണ്ഡലങ്ങളെ കർത്താവ് പൊട്ടിക്കുക. பரிசுத்தாவே என்னோடு சொல்கிறார், இதற்கு எதிராக நிற்கிற சில பிசாசின் காரியங்களை ஆண்டவர் உடைக்கிறார். ദൈവാത്മാവ് അവനോട് പറയുന്നു, ഇതിന്റെ അടിസ്ഥാനം കണ്ണുനീരാണ്. ஆமென். ஆவியான என்னோடு சொல்கிறார், இதற்கு ஆமென் ஆமென் ஒரு ஃபவுண்டேஷன் அஸ்திபாரம் அது கண்ணீரா. ഈ കണ്ണുനീരിനെ തകർക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ஆமென். கண்ணீரை தகர்ப்பதற்கு உலகத்தில் எந்த ஒரு சக்தியாலும் முடியாது. കണ്ണുനീരിലാണ് ദൈവം നിങ്ങളെ വളർത്തിയത്. ஆமென். கண்ணீரில் தான் நான் உங்களை வளர்த்தி இருக்கிறார். അവനോട് പറയുന്നു, ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനെ ദൈവം എടുത്തു മാറ്റി ഭയങ്കരമായിട്ട് വീണ്ടും ദൈവം വളർത്താൻ പോകുന്നു. ஆமென். இப்போ இருக்கிற இந்த சூழ்நிலைகளை ஆண்டவர் மறுபடியும் மாற்ற துவங்குவார். அதுக்கப்புறம் இதற்கு முன்ன பல மடங்கு வளர்ச்சி உண்டாகும். ഇതിന്റെ അകത്ത് ആളുകൾക്ക് ഇരിക്കാൻ കഴിയാത്ത നാളുകൾ വെളിപ്പെടും. ஆமென். இதற்குள்ள ஆட்கள் இருக்க முடியாத அளவிற்கு ஜனக்கூட்டங்கள் வருகிற நாட்கள் முன்பில் உண்டு. യേശുദാനെ കാണിക്കുന്ന വെളിപ്പാട് ഇവിടെ നടക്കുന്ന സർവീസ് ഈ ചെറിയ LED ടിവിയിലൊക്കെ ഈ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് പുറത്ത് ആളുകൾ ഇരിക്കുന്ന നിലവാരത്തിലുള്ള ക്രൗഡ് ദൈവം വെളിപ്പെടും. ஆமென். இங்க நடக்கிற ஆராதனைகள் வெளியே LED டிவி வைத்து அது லைவாய் காட்டப்படுகிற நாட்கள் முன்பாக இருக்கிறது. ഭയങ്കര വർദ്ധനവ് ദൈവം அதில் பயங்கர ஒரு பெருக்கம் உண்டாகும். ഭയങ്കര ചലന ദേശത്ത് ஆமென். பயங்கர தேவ கிரியை இந்த இடத்துல உண்டாகும். നിന്നയുടെ കാലഘട്ടം ദൈവം തുടച്ചു കളയാൻ പോകുന്നു. ஆமென். நீங்கள் அனுபவித்த சகல சங்கடங்களை துடைத்து மாற்ற போகிறார். നിന്ദിച്ച കാലഘട്ടങ്ങളെ ദൈവം തുടച്ചു കളയാൻ പോകുന്നു. ஆமென். நிந்திக்கப்பட்ட காலத்தை துடைத்து மாற்ற விரும்புகிறார். അവനോട് പറയുന്നു, അങ്ങനെയുള്ള ഒരു സീസൺ ദൈവം തുറക്കാൻ പോകുന്നു. ஆண்டவர் என்னோடு சொல்கிறார், அப்படிப்பட்ட ஒரு காலகட்டத்தை இந்த ஊழியத்துக்காக திறக்கிறேன் என்று சொல்கிறார். ഇതിനോട് പറ്റി നിൽക്കുന്നവർ അനുഗ്രഹിക്കപ്പെടാം. ஆமென். ஆமென். ഇതിനോട് പറ്റി നിൽക്കും ചേർന്ന് നിൽക്കുന്നവർ അനുഗ്രഹിക്കപ്പെടാം. ஆமென். இதனோடு சேர்ந்து நிற்கிறவர்கள் ஆசீர்வதிக்கப்படுவார்கள். അകന്ന് നിൽക്കുന്നവർ നോക്കിക്കേ, അവരുടെ ജീവിതത്തിന്റെ അകത്ത് മാറ്റങ്ങൾ സംഭവിക്കത്തില്ല. ஆமென். ഇതിലിருந்து இந்த ஊழியத்திலிருந்து பிரிந்து நிற்கிறவருடைய வாழ்க்கையில எந்த ஒரு மாற்றம் நடக்காது. കർത്താവിനോട് പറയുന്നു, അങ്ങനെ ഒരു സീസൺ ദൈവം ഓപ്പൺ ചെയ്യാൻ. அப்படிப்பட்ட ஒரு காலகட்டத்தை நான் തുറக்கிறேன் என்று ஆவியானவர் ഇതിനകത്ത് ചില சொல்கிறார். കുഞ്ഞുങ്ങളുടെ മേൽ വലിയ പകർച്ച ഇന്ദ്രാപ്രതിയുമായി ஆமென். நீங்க இருக்கிற சிறு பிள்ளைகள் மீது ஒரு பயங்கர தேவ அபிஷேகம் தர வேண்டும். ദൈവത്തെ സ്തുതിച്ചാട്ടെ. நல்ல കരங்களை തട്ടി ஆண்டவருக்கு மகிமை கொடுங்க. നാവുകളെ ദൈവം തൊടുകയാണ്. அவரை ஆண்டவர் தொடுகிறார். നാവുകളെ ദൈവം തൊടുകയാണ്. உங்களுடைய நாவை ஆண்டவர் தொடுகிறார். രാത്രി ദൈവം ചിലരുടെ നാവുകളെ തൊടുകയാണ്. உங்களுடைய பிள்ளைகளுடைய நாவை ஆண்டவர் தொடுகிறார். നാവിന്റെ അകത്ത് അഭിഷേകം ഇടുന്നത് உங்களுடைய நாவின் மேல் ஒரு அபிஷேகம் விழுகிறது. ഈ നാവുകളായി ചിലരെയും പുറത്തെടുക്കുക. ஆமென். ஒரு தீர்க்கதரிசியான வெளியே எடுக்கிறார். കരം അടിച്ചു ദൈവത്തെ நல்ல கரங்களை தட்டி ஆண்டவருக்கு மகிமை கொடுங்க. അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. கரங்களை தட்டி ஆண்டவருக்கு மகிமை கொடுங்க. ഭാഷയിൽ ഒന്ന് സ്തുതിച്ചാട്ടെ. அவன் ஒன்று ரெண்டு விழுமைகள் அந்நிய பாஷையான ஸ்தோத்திரம் பண்ணுங்க பார்க்கலாம். ദൈവം തൊടുകയാ തൊടുകയാ തൊടുകയാ.
ஆண்டவர் தொடுகிறார். ஒரு சில நிமிடங்கள் സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ஆமென். இருந்த இடத்துல நாம் எழுந்து நிற்கலாம். ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. இருந்த இடத்துல அப்படி எழுந்து நிற்போம். കർത്താവിന്റെ വലിയ മഹത്വം ഇതിനകത്ത് വെളിപ്പെടുന്നു. ஆண்டவருடைய பெரிய மகத்துவம் இதற்கு வெளிப்படும். യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശു இதற்குள்ள வந்திருக்கிறார். യേശു നിങ്ങളെ സ്പർശിക്കുന്ന രാത്രിയായി തീരട്ടെ. യേശു உங்களை தொடுகிற ஒரு ராத்திரியா ഈ இருக்கும். സമയം എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ ஆமென். இந்த நேரம் எல்லாரும் கண்களை மூடி ஜெபிக்க தொடங்குங்க. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. எல்லா கண்களையும் மூடலாம். കർത്താവ് ഭയങ്കര പകർച്ച ഇതിന്റെ അകത്ത് അയക്കാൻ പോവുകയാണ്. ஆமென். ஒரு பயங்கர பகிர்ந்தளிக்கப்படுதல் இந்த இரவு நடக்க போகிறது. ഈ സന്ദേശത്തിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. இந்த செய்தியுடைய ஒரு முன்னுரையை மாத்திரமே நான் உங்களுக்கு இன்னைக்கு சொல்லி இருக்கிறேன். സന്ദേശം പൂർത്തീകരിക്കണമെങ്കിൽ 12 മണിയായാലും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. இந்த செய்தியை முழுமையா முடிக்கணும்னா குறைஞ்சது 12 மணி நேரமாவது வேணும். അതുപോലെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിരിക്കുക. ஆமா, அவ்வளவாய் ஒரு தேவ பிரசன்னம் இதற்குள்ள இருக்கிறது. ഉച്ചയ്ക്ക് ദൈവത്തോട് ഒത്തിരി പറഞ്ഞു, കർത്താവേ ഈ മീറ്റിംഗിനെ തുടരണമെന്ന് ദൈവത്തോട് സംസാരിച്ചു. நான் இன்று ஜெபிக்கும்போது சொன்னேன், ஆண்டவரே இந்த மீட்டிங்ல நீங்க வண்ணக தொடரணும் என்று. കർത്താവിനോട് പറയുന്നു, ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പേ ഈ ചർച്ചിന്റെ അകത്ത് അടുത്തൊരു ലെവൽ ദൈവം ഓപ്പൺ ചെയ്യും. ஆமென். இந்த ஆராதனை இந்த கூட்டங்கள் முடிவதற்கு முன்பாகவே இந்த ஆலயத்தில் ஒரு மற்றொரு லெவல் ஒரு எல்லை ஆண்டவர் துமக்களுக்கு துறப்பார். എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശു എന്നെ സ്പർശിക്കുക? ஆமென். எத்தனை பேர் விசுவாசிக்கிறவங்க ஆண்டவர் விசுவாசிக்கிறீங்க ஆண்டவர் என்னை தொட போகிறார் என்று? യേശു എന്നെ തൊടും. இயேசு உங்களை தொடுவார். യേശു എന്റെ അവസ്ഥയെ മാറ്റും. இயேசுவுடைய சூழ்நிலையை மாற்றுவார். ഈ ബ്രദറിനെ ഒന്ന് വിളിച്ചാട്ടെ. ഈ നിങ്ങളുടെ ബാക്കിൽ ആ ബ്രദറിനെ ഒന്ന് വിളിച്ചാട്ടെ. വിളിച്ചേ. കർത്താവ് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണ്. ஆண்டவர் உங்களை அதிகமாய் நேசிக்கிறார். കർത്താവിന് ഇവിടെ വന്നിട്ടെ. நீங்க கொஞ்சம் முன்னாடி வாங்க. കർത്താവിന്റെ ഭയങ്കര സ്നേഹം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. ஆண்டவருடைய பயங்கர நேசம் அன்பு உங்க மேல இருக்கிறது. നോക്കിക്കേ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഒത്തിരി ഭാരമാണ്. உங்களுடைய இருதயத்துக்குள்ள அநேக பாரம் இருக்கிறது. നിങ്ങളെ കൊന്നു കളയാൻ വേണ്ടി പിശാച് പദ്ധതി ഇട്ടു. ஆமென். உங்களை கொல்லுவதற்கு பிசாசு திட்டம் பண்ணினார். നിങ്ങൾക്ക് വിരോധമായിട്ട് ചില ശത്രുക്കൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ஆமென். உங்களுக்கு விரோதமாய் சில சத்துருக்கள் கிரியை செய்து கொண்டிருக்கிறார். ശത്രുവിന്റെ പദ്ധതികളൊന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നടക്കത്തില്ല. ஆமென். ஆனால் சத்துரு எடுக்கிற எந்த திட்டமும் உங்களுடைய வாழ்க்கையில் நடப்பதில்லை. നിങ്ങൾ എവിടെയോ എത്തേണ്ട വ്യക്തികളായിരുന്നു, പക്ഷേ ഒരു മരത്തെ വെട്ടി മുറിച്ചിട്ടതുപോലെ നിങ്ങളെ തകർക്കാൻ പിശാച് ശ്രമിച്ചു. ஆமென். நீங்க உங்களுடைய வாழ்க்கையை ஒரு மரத்திலிருந்து கிளையை வெட்டி எடுப்பது போல உங்களுடைய வாழ்க்கையை முறிப்பதற்கு சத்துரு திட்டம் பண்ணினார். ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വലിയ ചലനങ്ങൾ இந்த இரவு தேவன் ஒரு பயங்கர கிரியை உங்களுடைய வாழ்க்கையில வெளிப்படுத்துகிறார். രാത്രി യേശു നിങ്ങളെ സ്പർശിക്കുക. இந்த இரவு தேவன் உங்களை தொடுகிறார். ഭയങ്കര ഒരു സമാധാനം നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ஒரு பெரிய சமாதானம் உங்கள் மேல வருகிறது. ദൈവം നിങ്ങളെ വളർത്തും ബ്രദറെ. தேவன் உங்களை வளரச் செய்வார். ദൈവം നിങ്ങളെ മാനിക്കുക. உங்களை அவர் கனப்படுத்துவார். നിങ്ങൾ നശിച്ചു പോകത്തില്ല. நீங்கள் ஒன்றுமில்லாமல் போவதில்லை. നിങ്ങൾ ചിലർ ശപിക്കുന്നുണ്ട്. உங்களை அநேக சபிக்கிறாங்க. ആ ശാപത്തെ ഞാൻ അനുഗ്രഹമാക്കി തീർക്കും. அந்த சாபமே இன்று ஆசீர்வாதமாய் மாறுகிறது. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് മാറ്റങ്ങൾ ദൈവമായി. இன்று முதல் சில உங்களுடைய வாழ்க்கையில சில மாற்றங்களை ஆண்டவர் அனுப்புகிறார். ഇന്നു മുതൽ പുതിയ മേഖലകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു. இன்னைக்காக புதிய காலகட்டங்கள் ஆண்டவர் உங்களுக்காக திறக்கிறார். യേശു നിങ്ങളെ തൊടുന്ന ഒരു വെളിപ്പാട് உங்களை കാണിക്കുന്നു. தொடுகிற ஒரு வெளிப்பாடை நான் ஆவியில பார்க்கிறேன். യേശുവാണ് നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നത്. இயேசு தான் இன்று இந்த இடத்துல உங்களை கொண்டு வந்திருக்கிறார். എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. எல்லாரும் ஜெபிக்கலாமா? എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. எல்லாரும் ஜெபிங்க. ഒരു ദൈവിക സ്പർശനം വീഴട്ടെ. ஒரு தெய்வீக தொடுதல் இப்பொழுது ഒരു நடக்கட்டும். ദൈവിക സ്പർശനം ഉണ്ടാകട്ടെ. ஒரு தெய்வீக தொடுதல் இப்பொழுது ഒരു ദൈവിക நடக்கட்டும். സ്പർശനം ഉണ്ടാകട്ടെ. தெய்வீக தொடுதல். ഒരു ദൈവിക സ്പർശനം ഉണ്ടാകട്ടെ. ஒரு தெய்வீக தொடுதல் உண்டாகட்டும். ഇതിനകത്തുള്ള പലരെയും കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. இதற்குள்ள இருக்கிற அநேகரை தேவன் தொட்டுக்கொண்டிருக்கிறார். ഇതിനകത്തുള്ള പലരെയും ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. இதற்குள்ள இருக்கிற அநேகரை தேவன் தொட்டுக்கொண்டிருக்கிறார். ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. യേശു இங்கே வந்திருக்கிறார். ആരോമ പ്രയർ മിനിസ്ട്രിക്ക് അകത്ത് യേശു വന്നിട്ടുണ്ട്. அரோமா பிரேயர் மினிஸ்ட்ரிக்குள்ள தேவன் வந்திருக்கிறார். ഇത് മാനുഷിക ചലനമല്ല. ஆமென். இது மனிதர்களால் வந்த கிரியைகள் அல்ல. ദൈവിക ചലനമാണ്. இது தேவனால் நடத்தப்படுகிற தேவ கிரியைகள். ഇതിനകത്ത് ഇറങ്ങി നടക്കുക. യേശു இங்கே இறங்கி நடக்கிறார். പലരെയും ദൈവം തൊടുകയാണ്. தேவன் இறங்கி வந்திருக்கிறார். തൊടുകയാണ്. தொடுகிறார். തൊടുകയാണ്. தொடுகிறார். ദൈവം തൊടുകയാണ്. தேவன் தொடுகிறார். ദൈവം തൊടുന്നു. ദൈവം തൊടുന്നു. ദൈവം തൊടുന്നു. ദൈവം തൊടുന്നു. ഓ തൊടട്ടെ 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 തൊടട്ടെ. പലരെയും ദൈവം തൊടുക തൊടുക പൊടുക 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 പൊടുക. ശാല കഥാല കഥാല സംഭാര. ഭയങ്കര അഭിഷേകം നിന്റെ മേൽ ദൈവം ഭയങ്കര അഭിഷേകം ഇടുക. നീ തീയായി തീയാകുക. അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ ഇടുക. ஒரு அபிஷேகத்தின் அக்கினி உங்க மேல விழுகிறது. അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ. ஒரு அபிஷேக அக்கினி உங்க மேல விழுகிறது. ഓ ഈശ്വരനെ പിടിച്ചോ 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 பிடிங்க பிடிங்க யாராவது. ഫയർ ஃபயர் ഫയർ ഫയർ. തീ ഇറങ്ങട്ടെ തീ ഇറങ്ങട്ടെ തീ ഇറങ്ങട്ടെ. அக்கினி இறங்குவதாக. அக்கினி தொடுகிறது. പൊടുക പൊടുക அக்கினி அக்கினி പൊടുക 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 പൊടുക. നാവിനെ തൊടുക. ஆமென். தேவன் தொடுகிறார். നാവിനെ തൊടുക. നാവിനെ തൊടുക. உங்களுடைய நாவை ஆண்டவர் தொடுகிறார். നാവിനെ ദൈവം തൊടുക. நாவை தொடுகிறார். നാവിനെ ദൈവം തൊടുക. நாவை தொடுகிறார். നാവിനെ തൊടുക. நாவை தொடுகிறார். നിങ്ങളുടെ നാവ് ദൈവത്തിന്റെ നാവായി உங்களுடைய நாவு தேவனுடைய நாவாய் மாற்றப்பட்டு கொண்டிருக்கிறது.
സംഭവിക്കാൻ പോകുന്നു. നീ പറയുന്നത് സംഭവിക്കാൻ പോകുന്നു. ஆமென். நீங்கள் சொல்லுகிறது நடக்க போகிறது. നീ പറയുന്നത് നടക്കാൻ പോകുന്നു. நீங்கள் சொல்லுகிறது நடக்க போகிறது. നീ പറയുന്നത് സംഭവിക്കാൻ പോകുന്നു. நீங்கள் சொல்லுகிறது நடக்க നീ போகிறது. പറയുന്നത് പിടിച്ചോ തീയറകട്ടെ. அவர் பிடிக்க பின்னாடி തീയറകട്ടെ. ஒரு அக்கினி. യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വെളിപ്പെട്ട് നിൽക്കുകയാണ്. ஆமென். தேவனுடைய பயங்கர மகிமை இதற்கு வெளிப்பட்டு நிற்கிறது. അവരുടെ നാവിനെ ദൈവം ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. அநேகருடைய நாவையான தொட்டு கொண்டிருக்கிறார். അവരുടെ നാവിനെ ദൈവം ഇപ്പോൾ பலருடைய തൊട്ടുകൊണ്ടിരിക്കുകയാണ്. நாவையுமான தொட்டு നീ கொண்டிருக்கிறார். പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. நீங்கள் சொல்லும்போது அற்புதங்கள் நடக்க போகிறது. നീ പറയുമ്പോൾ ശാപങ്ങൾ മുറിയാൻ പോകുകയാണ്. ஓ நீங்கள் சொல்ல சொல்ல சாபங்கள் மாற போகிறது. നിന്റെ നാവ് ദൈവത്തിന്റെ നാവായി തീരാൻ പോകുകയാണ്. தேவன் உங்களுடைய நாவை பயன்படுத்த போகிறார். ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് വിടുതലുകൾ ദൈവം അയക്കാൻ പോകുകയാണ്. இந்த இரவு உங்களுடைய வாழ்க்கையில விடுதலை ஆண்டவர் அனுப்ப போகிறார். മടിച്ചു വായിക തുറന്ന് ஓ பரிசுத்த ஆவிகளை தொடுகிற ஒரு இரவு. ഭരഗോ തകജോ റംബോ റക്കോ സംഭോ റക്കോ റംബോ ശുകദ തകജോ റംബ റക്ക സംഭോ റക്ക സംഭോ ചൂട ലഗനോ തകജോ റഗനോ. ഇവരെ നാവിനെ ദൈവം തൊടുക. உங்களுடைய நாவையான தொடுகிறார். ഈ കുഞ്ഞുങ്ങളൊക്കെ കൈയടിക്കണം, നന്നായിട്ട് കൈയടിക്കണം. அவன் இதற்கு நல்ல கரங்களை தட்டுங்க. കൈ പൊട്ടിയാലും കുഴപ്പമില്ല. அவன் உங்களுடைய கை உடைந்து போனாலும் பிரச்சனை இல்ல. ഇടയ്ക്ക് എന്റെ കൈ കൈയടിച്ച് പൊട്ടാറുണ്ട്. அவன் நல்ல கை இருக்க நல்ல கையை தட்டுங்க. നല്ല കൈയടിച്ച് പ്രാർത്ഥിച്ചോളാം. நல்ல கரங்களை தட்டி ஜெபம் பண்ணுங்க. പെന്തക്കോസ്ത് പ്രാർത്ഥനയ്ക്കകത്ത് ഒരു മഹത്വം വെളിപ്പെടണം. ஆமென். பெந்தேகோஸ்தே ஜெபத்துக்குள்ள ஒரு பெரிய மகிமை வெளிப்பட்டது. പെന്തക്കോസ്ത് പ്രാർത്ഥനയ്ക്കകത്ത് അഭിഷേകത്തിന്റെ അഗ്നി ചലിക്കണം. ஆமென். பெந்தேகோஸ்தே ஜெபத்துக்குள்ள ஒரு அபிஷேக அக்கினி வெளிப்படணும். പെന്തക്കോസ്ത് ആരാധനകളുടെ അകത്ത് ദൂതന്റെ ശക്തികൾ പൂർണ്ണമായി പരാജയപ്പെടണം. அவன் இந்த ஆராதனையில தேவ பிசாசின் காரியங்கள் முழுவதும் வெட்கப்பட்டு போகணும். രാത്രി ചിലരെ കർത്താവ് തൊടുകയാണ്. இந்த இரவு சிலரை ஆண்டவர் தொடுகிறார். ഇന്ന് രാത്രി ചിലരെ കർത്താവ് തൊടുകയാണ്. இந்த இரவு சிலரை தொடுகிறார். ഈ അന്തരീക്ഷം ഭയങ്കരമായിട്ട് இந்த മാറുകയാണ്. அட்மாஸ்பியர் பயங்கர தேவ மகிமையால் நிரம்புகிறது. അഭിഷേകം ഇതിനകത്ത് ஒரு വെളിപ്പെടുകയാണ്. பயங்கர தேவ மகிமை வெளிப்படுகிறது. നിയന്ത്രിക്കാൻ കഴിയാത്ത അഭിഷേകം ഇതിനകത്ത് அவர் വെളിപ്പെടുകയാണ്. அநேகரை தொடுகிறார். ഓ ധാരാധാര സ്തംഭര ചൂടാല കസ്തംഭല കഥുരി അവല സ്തംഭര ആ ആ തീയറകട്ടെ. நல்ல கரங்களை தட்டுங்க. கரங்களை தட்டுங்க. அந்நிய பாஷையில ஜெபிங்க. நல்ல கரங்களை தட்டி நல்ல கரங்களை தட்டி அந்நிய பாஷைகளை சொல்லுங்க. எஸ் கட்டுகள் மாறுகிறது. അന്യഭാഷ ലഭിക്കാത്തവർ സ്തോത്രം പറഞ്ഞ് ആരാധിച്ചേ. அந்நிய பாஷை பெற்றுக்கொள்ளாதவர்கள் ஸ்தோத்திரம் சொல்லுங்க. അന്യഭാഷ ലഭിക്കാത്തവർ സ്തോത്രം പറഞ്ഞാട്ടെ. அந்நிய பாஷை பெற்றுக்கொள்ளாதவர்கள் நல்ல ஸ்தோத்திரம் பண்ணுங்க. അന്യഭാഷ ലഭിക്കാത്തവർ സ്തോത്രം പറഞ്ഞാട്ടെ. அந்நிய பாஷை பெற்றுக்கொள்ளாதவர்கள் வாய்களை திறந்து ஸ்தோத்திரம் பண்ணுங்க. സ്തോത്രം പറഞ്ഞാട്ടെ. ஸ்தோத்திரம் சொல்லுங்க. സ്തോത്രം പറഞ്ഞാട്ടെ. ஸ்தோத்திரம் சொல்லுங்க. സ്തോത്രം പറഞ്ഞാട്ടെ. ஓ ഈ ദിവസം മറക്കത്തില്ല നീ. யோ இந்த இரவு சிலர் மறக்க முடியாது. ഈ ദിവസം നീ മറക്കത്തില്ല. இந்த நாளை நீங்கள் மறக்க மாட்டீர்கள். ஒரு அக்கினி. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അഭിഷേകം ഇറങ്ങട്ടെ. ഒരു അഭിഷേകം. കൃപകൾ ജ്വലിക്കട്ടെ. അഭിഷേകം വെളിപ്പെടട്ടെ. കൃപകൾ ജ്വലിക്കട്ടെ. കൃപയിൽ വളരട്ടെ. കൃപകൾ ജ്വലിക്കട്ടെ. കൃപ വളരട്ടെ. ആള് മാറുന്നത് പോലെ അടുത്ത നിലവാരത്തിലേക്ക് നീ ചലിക്കാൻ പോകുകയാണ്. அடுத்த ஒரு எல்லைக்குள் ஆண்டவங்களை கொண்டு செல்ல போகிறார். അടുത്ത നിലവാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. அடுத்த ஒரு எல்லைக்குள் ஆண்டவங்களை கொண்டு செல்ல போகிறார். അഭിഷേകത്താൽ ദൈവം നിറയ്ക്കുകയാണ്. புதிய அபிஷேகத்தால் உங்களை நிரப்புகிறார். പുതിയ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കുകയാണ്. புதிய அபிஷேகத்தால் நிரப்புகிறார். ശാപങ്ങൾ ദൈവം പൊട്ടിക്കുകയാണ്. ஓ சாபங்களை ஆண்டவர் முறிக்கிறார். തീയറങ്ങി അഭിഷേകത്തിന്റെ അടുത്ത ലെവൽ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. நீங்க ஆண்டவர் உங்களை அடுத்த ஒரு எல்லைக்குள் ஆண்டவர் கொண்டு போக விரும்புகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. நாவை ஆண்டவர் பயன்படுத்த போகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ நாவை പോകുകയാണ്. பயன்படுத்துகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ நாவை പോകുകയാണ്. பயன்படுத்த போகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. நாவை ஆண்டவர் பயன்படுத்த போகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. நாவை பயன்படுத்த போகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. நாவை பயன்படுத்த போகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. நாவை பயங்கரமாய் பயன்படுத்த നാവിനെ போகிறார். ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. நாவை பயன்படுத்த போகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. நாவை பயன்படுத்துகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. நாவை தான் பயன்படுத்துகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. நாவை தான் பயன்படுத்துகிறார். നാവിനെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ஓ ഓ ധീജഗദക തുരിയവനക തുരിയവന ഷതോട വരിയാം സകേല ഹദുടി ബിയാര ചലിക്കുക 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 ചലിക്കുക. നാവിൽ ദൈവത്തിന്റെ തീ ഇടുകയാണ്. നാവില சில தேவனுடைய அக்கினி விழுகிறது. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ റിസൾട്ട് ഇത് കഴിയുമ്പോൾ നീ പറയുന്നതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. இந்த கூட்டங்களின் மிகப்பெரிய ஒரு ரிசல்ட் நீங்க சொல்லுகிறது எல்லாம் நடக்க போகிறது. നീ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക. நீங்கள் ஜீவனோடு இருப்பேன்னு சொன்னீங்க, அந்த ஜீவனோடு இருப்பீர்கள். നീ തുറന്നു വരട്ടെ എന്ന് പറഞ്ഞാൽ തുറന്നു വരുന്നിരിക്കുക. ஓ நீங்கள் துறக்கப்படுவதாக என்று சொன்னால் அது துறக்கப்படும். നീ രോഗം മാറട്ടെ എന്ന് പറഞ്ഞാൽ രോഗം മാറിയിരിക്കുക. ആമേൻ. ഉലകം മാറി என்று சொன்னால் அது மாறி இருக்கும். ഇന്ന് മുതൽ നിന്റെ നാവ് നീതിയുടെ ആയുധമായി തീരാൻ പോകുകയാണ്. ആമേൻ. ഇന്ന് മുതൽ ഉங்களுடைய நாவு தேவன்
தீர்மானிக்கிற நாவாய் இருக்க ഇന്ന് போகிறது. മുതൽ നിന്റെ നാവ് ദൈവത്തിന്റെ നാവായി തീരാൻ இன்று முதல் പോകുകയാണ്. உடைய நாமம் தேவனுடைய நாமாய் மாற போகிறது. ഇന്നലെ വരെ നിന്റെ വാക്കിന് ആരും വില കൽപ്പിച്ചില്ല. ஆமென். இதுவரை உடைய வாக்கை யாரும் மதிக்கல. പക്ഷെ കർത്താവിനോട് പറയും നിന്റെ വാക്കിന് വിലയുണ്ടാകാൻ പോകുന്നു. ஆமென். ஆனா இன்று முதல் கூட வாக்கைக்கு ஒரு மதிப்பு உண்டாக போகிறது. വാക്കിനകത്ത് മൂല്യം വർദ്ധിക്കാൻ ஓ, പോകുന്നു. உங்கள் வாழ்க்கை நிமித்தம் அநேகர் ஆசீர்வதிக்கப்பட നിന്റെ போகிறது. വാക്കിനകത്ത് ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. உங்கள் வாழ்க்கையை பேசும்போது அநேக தேவ கிரியைகள் നിന്റെ வெளிப்படும். വാക്കിനകത്ത് അഭിഷേകം വെളിപ്പെടാൻ പോകുന്നു. உங்கள் வாக்கில் ஒரு அபிஷேகம் வெளிப்படும். വിശ്വസിക്കുന്നവർ സ്വീകരിച്ച ഇപ്പോൾ അത് அந்த அபிஷேகத்தை பெற்றுக்கொள்ளுங்க. ഇപ്പോൾ അത് സംഭവിക്കുക. அந்த அபிஷேகத்தை பெற்றுக்கொள்ளுங்க. അടിച്ചു വായികൾ തുറന്ന് ദൈവം நல்ல கரங்களை தட்டி வாய்களை திறந்து அந்த அபிஷேகத்தை பெற்றுக்கொள்ளுங்க. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ശക്തമായിട്ട് ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുന്നു. ஆமென். சிலரையான சுவிசேஷ வேலைக்காக பயங்கர வல்லமையாய் பயன்படுத்த നിങ്ങളുടെ போகிறீர்கள். കുടുംബത്തെ ദൈവം തൊടാൻ പോവുകയാണ്. உங்களுடைய குடும்பத்தோட தொடுகிறார். പല കുടുംബങ്ങളെ ദൈവം സ്പർശിക്കാൻ உங்களுடைய പോവുകയാണ്. குடும்பத்தோட தொட போகிறார். യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. இயேசுவின் நாமத்தில் அப்படி நடப்பதாக. വാക്കിന്റെ മുമ്പിൽ ദുരാത്മ ശക്തികൾ മുട്ടുമടക്കാൻ പോകുന്നു. உங்களுக்கு வார்த்தைகள் முன்பாக எல்லா பிசாசின் காரியங்களும் உங்களுக்கு முன்பாக முழங்கால் படியிடும். നിന്റെ വാക്കിന്റെ മുമ്പിൽ പിശാചുക്കൾ മുട്ടുമടക്കാൻ പോകുന്നു. ஓ, உங்களுடைய வார்த்தைக்கு முன்பாக பிசாசு முழங்கால் படியிடுவான். നിന്റെ വാക്കിന്റെ മുമ്പിൽ ക്യാൻസർ രോഗികൾ സൗഖ്യമാകാൻ പോകുന്നു. உங்கள் வாக்கின் மூலமாக கேன்சர் நோயாளிகள் சுகமாவார்கள். നിന്റെ വാക്കിന്റെ മുമ്പിൽ ശാപത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞു വരാൻ പോകുന്നു. உங்கள் வார்த்தை நிமித்தமாக சாபத்தின் கட்டுகள் அழிந்து போகும். രാത്രി അത് സംഭവിക്കുന്ന രാത്രിയാണ്. இந்த இரவு அது நடக்கிற ஒரு இரவா இருக்கும். നന്നായിട്ടൊന്ന് ആരാധിച്ചോ. ஓ, நல்லா வாயில திறந்து ஆராதிங்க. നന്നായിട്ടൊന്ന് സ്തുതിച്ചോ. நல்லா ஸ்தோத்திரம் பண்ணுங்க. പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പേ ഒരു പകർച്ച സംഭവിക്കട്ടെ. முடிவதற்கு முன்பாக ஒரு தேவ பகிர்ந்தளிக்கப்படுதல் நடக்கும். നിന്നെ ഇപ്പോൾ തൊടുന്നത് മനുഷ്യരല്ല. உங்களை இப்போ தொடுகிறது மனிதன் அல்ல. നിന്നെ ഇപ്പോൾ തൊടുന്നത് പാസ്റ്റർ അല്ല. உங்களை இப்போ தொடுகிறது பாஸ்டர் அல்ல. നിന്നെ ഇപ്പോൾ തൊടുന്നത് യേശുവാണ്. உங்களை இப்போ தொடுகிறது இயேசு. യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. இயேசு இருக்கிறார். യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. இயேசு வந்திருக்கிறார். നാവിൽ യേശു തൊടാൻ പോകുകയാണ്. உங்களுடைய நாவையான தொட்டு கொண்டு இருக்கிறார். നാവിൽ യേശു തൊടാൻ ஓ, പോകുകയാണ്. உங்களுடைய நாவையான தொட்டு கொண்டு இருக்கிறார். നാവിൽ യേശു തൊടാൻ உங்களுடைய പോകുകയാണ്. நாவையான தொட்டு கொண்டு ഈ இருக்கிறார். പ്രാർത്ഥനയിൽ സ്വീകരിക്കുന്നവർക്ക് ഭയങ്കര അനുഗ്രഹമാണ്. இந்த அபிஷேகத்தை பெற்றுக்கொள்கிறவருக்கு அது பெரிய ഈ ஆசீர்வாதமாய் இருக்கும். പ്രാർത്ഥനയിൽ സ്വീകരിക്കാത്തവർക്ക് ഇത് ഭയങ്കര നഷ്ടമായി തീരാ. இது இடத்துல நீங்க பெற்றுக்கொள்ளாம போனீங்கன்னா அது உங்களுடைய வாழ்க்கை ஒரு பெரிய நஷ்டமா இருக்கும். അവനെ കാണിക്കുന്നു ഇവിടെ മേഘം പോലെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ஆமென். ஓ, பெற்றுக்கொண்டே இருக்கிறவங்க நீங்கள் சாமர்த்தியில் திருப்தி அடைவீர்கள். ഇവിടെ മേഘം പോലെ ക്ലൗഡ് പോലെ ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെട്ട് നിൽക്കുകയാണ്. ஆமென். நீங்க ஒரு மகிமையின் மேகம் இங்கே நிறைந்திருக்கிறது. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ ആലയത്തിന്റെ അന്തരീക്ഷത്തെ ദൈവം മാറ്റാ. ஆமென். இந்த கூட்டங்கள் முடியும் போது இந்த ஆலயத்துக்குள்ள ஒரு பயங்கர தேவ மகிமை இறங்கும். വീടുകളുടെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയുക. வீடுகளுக்குள்ளும் தேவ மகிமையால நிரம்பும். പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അഭിഷേകം ചലിച്ചു തുടങ്ങുക. ஜெபிக்க தொடங்கும் போதே அபிஷேகம் வெளிப்படும். പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രവചിച്ചു തുടങ്ങുക. ஆமென். ஜெபிக்க தொடங்கும் போதே தீர்க்கதரிசனம் தூங்குவீர்கள். വീട്ടിനകത്ത് ഇനി പാപത്തിന്റെ മേഖലകൾ വാഴത്തില്ല. இனி உங்கள் வீட்டிற்குள்ளாக பாவ கிரியைகள் வளராது. നിന്റെ വീട്ടിന്റെ അകത്ത് അഭിഷേകത്തിന്റെ ചലനം നടക്കാൻ പോകുന്നു. இனி உங்களுடைய வீட்டுக்குள்ள தேவ கிரியை நடக்க போகிறது. നീ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു തീ ആയിട്ടാണ് പോകാൻ പോകുന്നത്. நீ இங்கிருந்து போகும்போது ஒரு அக்கினியாய் ஆண்டவர் നീ ഇവിടെ அனுப்புகிறார். നിന്ന് പോകുമ്പോൾ തന്നെ പിശാചുകൾ വിറയ്ക്കാൻ പോകുകയാണ്. நீ இங்கிருந்து போகும்போது பிசாசு உங்களுக்கு முன்பாக ഈ நடுநடுங்குவார். പട്ടണത്തിന്റെ അകത്ത് തന്നെ ഒരു മാറ്റം ദൈവം അയക്കാൻ പോകുന്നു. இந்த பட்டணத்தில் ஆண்டவர் மாற்றத்தை அனுப்புகிறார். വിശ്വസിക്കുന്നവർക്ക് ആരം അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ஓ, அநேகர் காணத்தக்க விதத்தில் കാരം അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. நல்ல கரங்களை தட்டி ஆண்டவர் சோதரம் കാരം അടിച്ചു ദൈവത്തെ கரங்களை സ്തുതിച്ചാട്ടെ. தட்டி ஆண்டவர் துதிங்க. യേശു നിങ്ങളെ തൊടട്ടെ. ஓ, ஷாத்து. യേശു നിങ്ങളെ തൊടട്ടെ. இயேசு உங்களை தொடுகிறார். യേശു നിങ്ങളെ തൊടട്ടെ. இயேசு உங்களை தொடுகிறார். അന്യഭാഷ പറഞ്ഞാട്ടെ. അന്യഭാഷ പറഞ്ഞാട്ടെ. അന്യഭാഷ പറഞ്ഞാട്ടെ. ஆமென். அந்நிய பாஷையில் பெற்றதோட பிள்ளைகள் நல்ல வாய்களை திறந்து அந்நிய பாஷையில பேசும். അന്യഭാഷ പറഞ്ഞാട്ടെ. അന്യഭാഷ പറഞ്ഞാട്ടെ. അന്യഭാഷ പറഞ്ഞാട്ടെ. അന്യഭാഷ പറഞ്ഞാട്ടെ. അന്യഭാഷ പറഞ്ഞാട്ടെ. அந்நிய பாஷைகளை பேசு. அந்நிய பாஷைகளை பேசு. ഈ പ്രാർത്ഥന അബദ്ധത്തിൽ വച്ചതല്ല. ஆமென். இந்த கூட்டம் யதார்த்தமாய் ஆயத்தப்படுத்தப்பட்டதல்ல. ദൈവത്തിന്റെ ഒരു ഭയങ്കര പദ്ധതി ഞാൻ കാണുന്നു. தேவனுடைய பயங்கர திட்டத்தை நான் பார்க்கிறேன். ദൈവത്തിന്റെ ഒരു ഭയങ്കര പദ്ധതി ഞാൻ தேவனுடைய കാണുന്നു. ஒரு பெரிய திட்டத்தை நான் பார்க்கிறேன். അബദ്ധത്തിൽ നിന്ന് നീ ചിന്തിച്ചാലും അതിന്റെ പുറകിൽ ദൈവത്തിന്
പദ്ധതി കാണുന്നുണ്ട്. ആമേൻ. ഒരേളെ മുടിയാതെ നിങ്ങൾ നിனைத்தாலும் உங்களை சுற்றிலும் ஒரு தேவ திட்டம் இருக்கிறது. പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിന്റെ കർത്തൃത്വം ഏറ്റെടുക്കുകയാണ്. ആമേൻ. இந்த பரிசுத்த ஆவியான அந்த கூட்டத்தை முழு பொறுப்பை ஏற்கிறார். ഇന്നത്തെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലരുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അകത്ത് ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കുക. இன்னைக்கு இந்த கூடுகை முடியும் போது அனைவருடைய ஜெப வாழ்க்கையில பெரிய மாற்றங்கள் நடக்கும். ഇങ്ങനെ നടന്ന് 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 പ്രാർത്ഥിക്കാം. சிலர் அண்ணே நடந்து 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 நீங்க ஜெபிக்க போறீங்க. വീടുകളുടെ അകത്ത് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരാൻ പോകുന്നു. உங்கள் வீடுகளுக்குள்ள ஒரு ஜெப சத்தம் உயர போகிறது. ഇനി നിന്റെ വീട്ടിന്റെ അകത്ത് ദൂരാത്മ മണ്ഡലങ്ങൾക്ക് നൃത്തം ചെയ്യാൻ കഴിയത്തില്ല. இனி உங்கள் வீட்டுக்குள்ள பிசாசின் ஆவிகள் கிரியை செய்ய முடியாது. കത്തിച്ച് പടക്കളത്തിലേക്ക് വിടാൻ പോകുകയാണ്. ஒரு தேவனோ எரிகிற ஒரு அக்கினி உங்கள் வீட்டுக்குள்ள விழுகிறது. നിന്നെ പോർക്കളത്തിലേക്ക് വിടാൻ പോകുകയാണ്. உங்களை ஒரு போர்க்களத்தை ஆண்டவர் நிறுத்துவார். നീ ചില മേഖലകളെ വെട്ടി തോൽപ്പിക്കാൻ പോകുകയാണ്. நீங்கள் சில காரியங்களை பிசாசின் காரியங்களை அவங்களை வெட்டி வீழ்த்துவீர்கள். ശക്തികൾ നിന്റെ മുമ്പിൽ വെട്ടേറ്റ് വീഴാൻ പോകുകയാണ്. ஓ பிசாசின் ஆவிகள் உங்களுக்கு முன்பாக வெட்டப்பட்டு விழும். ശക്തികൾ പരാജയപ്പെടാൻ பிசாசின் ஆவிகள் உங்களுக்கு வெட்டப்பட்டு விழும். നിന്റെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം ദൈവമായിരിക്കും. உங்களுடைய வாழ்க்கைக்குள்ள பெரிய மாற்றம் வருகிறது. പ്രാർത്ഥന കഴിയുമ്പോൾ ചിലർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും 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 നടക്കും. ஆமென். ஒரு சிலரால விசுவாசிக்க முடியாது. ஆனால் நீங்க பேசுகிற காரியங்கள் அப்படியே நடக்கும் நடக்கும் நடந்து கொண்டே இருக்கும். அது സംഭവിക്കാം. நீங்க என்ன பேசுகிறீங்களோ அது நடக்கும். നീ പറയുന്നതേ നടക്കത്തുള്ളൂ. நீங்க சொல்லுகிறது தான் நடக்கும். തെറി വിളിക്കുന്നവൻ പറയുന്നത് നടക്കത്തില്ല. ஆமென். அதை கேட்கிறவங்க சொல்லலாம் நடக்காது என்று. കെട്ട വർത്തമാനം പറയുന്നവർ പറയുന്നത് നടക്കത്തില്ല. கெட்ட வார்த்தை பேசுறவங்க சொல்றாங்க அது நடக்காது என்று. കുറ്റം പറയുന്നവൻ പറയുന്നത് ഒന്നും നടക്കത്തില്ല. குற்றம் சொல்றவங்க சொல்றாங்க அது ஒண்ணும் நடக்காது என்று. അസൂയ ചുമക്കുന്നവൻ പറയുന്നത് ഒന്നും നടക്കത്തില്ല. பொறாமை உள்ளவர்கள் சொல்லுவாங்க அது ஒண்ணும் நடக்காது என்று. അഭിഷേകമുള്ള നീ പറഞ്ഞാൽ അത് നടന്നിരിക്കും. ஆனால் அபிஷேகமுள்ள நீங்கள் ஒரு வார்த்தை சொன்னால் அது நடந்திருக்கும். ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. நீங்கள் ஒரு வார்த்தை சொன்னால் அது நடந்திருக்கும். ഒരു വാക്ക് മതി നിന്റെ വീടിന്റെ അവസ്ഥ മാറാൻ. உங்களுடைய ஒரு வாக்கு உங்களுடைய வீட்டின் நிலைமை மாற்றி விடும். ഒരു വാക്ക് മതി നിന്റെ അവസ്ഥ മാറാൻ. உங்களுடைய ஒரு வாக்கு உங்களுடைய வீட்டின் நிலைமை முற்றிலும் மாற்றி விடும். എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. எஸ் எல்லாரும் ஜெபிங்க. ഓ ഘടഘടക ജനക തുരിയ ബല ശംഭരഘടക ജനക തുരിയ ബലഘടഘടക തുരിയ. ഈ 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 20 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വന്നട്ടെ. 20 വയதுக்கு உள்ள பிள்ளைங்க நீங்க முன்னாடி வாங்க. 20 வயதுக்கு உட்பட்ட பிள்ளைங்க நீங்க தயவாய் முன்னாடி வரும்படி கேட்கிறேன். 20 വയസ്സിന് മുമ്പിലുള്ള 20 வயசுக்கு உட்பட்டவங்க. ഞാൻ കാണുന്നത് ഇവിടെ ഭയങ്കര ഒരു മീഡിയ ടീമിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. இங்க நான் பார்க்கிற ஒரு பெரிய ஒரு மீடியா டீமை குழுவை ஆண்டவர் எழுப்புகிறார். ഞാൻ എവിടെ പോയാലും ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. நான் எங்க போனாலும் நான் அந்த டீமோட தான் போறேன். എനിക്ക് ഈ ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇപ്പോഴും ഇഷ്ടം. எனக்கு தனியா போறதா எனக்கு ரொம்ப பிடிக்கும். കല്യാണം കഴിഞ്ഞ ശേഷം ഞാനും എന്റെ വൈഫ് മാത്രമേ പോകത്തുള്ളൂ. கல்யாணத்துக்கு அப்புறம் நானும் என்னோட வைஃப் மட்டும் தான் போயிட்டு இருந்தோம். എന്തെന്നാണ് ഇന്ന് ഞാൻ ഒരു 3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ஆனா இன்னைக்கு நான் ஒரு 3 പേരോட வந்திருக்கிறேன். ഞങ്ങളുടെ മീഡിയയിലുള്ള കുഞ്ഞുങ്ങളാണ്. இது എല്ലാം எங்க மீடியா டீம்ல உள்ள பிள்ளைங்க. പക്ഷേ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ കർത്താവിനോട് പറയുന്നു ഇതിന്റെ അകത്ത് ഒരു മീഡിയ ടീമിനെ ദൈവം എഴുന്നേൽപ്പിക്കണം. ஆனா இங்க இருக்கும்போது ஆண்டவர் என்னோட சொல்ல சொன்ன காரியம் இங்கேயும் ஒரு மீடியா டீம் எழும்பும் என்று. അത് നമ്മൾ എന്ത് പറയുന്നോ തിരിച്ചവർ നമ്മുടെ അടുത്ത് അഭിപ്രായമോ തിരിച്ച് നമുക്ക് എതിർത്തോ പറയത്തില്ല. എന്ത് പറയുന്നോ അവരത് ചെയ്തിരിക്കുക. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും. அவன் இங்க எழுப்பப்படுகிற பிள்ளைகள் என்ன சொல்லுகிறாரோ அப்படியே கீழ்ப்படுகிறார். அவர்கள் அதற்கு எதிரான ஆலோசனைகளை ஒன்று சொல்ல மாட்டார்கள். இங்க சொல்வதற்கு அப்படியே கீழ்ப்படுகிற பிள்ளைகள் തിരിച്ച് നമ്മളെ പഠിപ്പിക്കാൻ വരത്തില്ല. ஆமென். நமக்கே அவங்க சொல்லி கொடுக்க அவங்க முன்னாடி வர மாட்டாங்க. സഭയെ കീഴ്പ്പെട്ട് വലിയൊരു റോൾ മോഡലായിട്ട് ചില കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കുക. சபைக்கு முழுமையாக கீழ்ப்படிந்து பிரகாசிக்கிற பிள்ளைகளை அவர் எழுப்புகிறார். എല്ലാ കുഞ്ഞുങ്ങളും ഈ ഫ്രണ്ട് റോയിൽ വന്ന് നിന്നാട്ടെ. அவன் எல்லா 20 வயசுக்கு உட்பட்ட பிள்ளைகளும் நீங்க முன்னாடி வந்து நில்லுங்க. ഈ പെൺകുട്ടികളൊന്ന് കൈ ചേർത്ത് ഇങ്ങനെ കരം കൊടുത്താട്ടെ. ആൺകുട്ടികൾ ഒരുമിച്ച് കരം ചോർത്താട്ടെ. ஆமென். நீங்க பெண் பிள்ளைகளா உங்களுடைய கரத்தை நீங்க பிடிச்சிடுங்க. உங்களுடைய பக்கத்துல உங்க கையை பிடிச்சிடுங்க. பசங்க நீங்க உங்களோட பக்கத்துல இருக்க கையை பிடிச்சிடுங்க. ഈ പെൺകുട്ടികൾക്ക് വേണ്ടി പാസ്റ്റർ വൈഫും ആൺകുട്ടികൾക്ക് വേണ്ടി പാസ്റ്ററും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. நீங்க பெண் பிள்ளைகளுக்காக பாஸ்டரமாவும் உங்க பசங்களுக்காக பாஸ்டரும் ഇപ്പോൾ ஜெபிப்பாங்க. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചോട്ടെ. எல்லாரும் கண்களை மூடி ஜெபிக்கலாம். പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. ദൈവദാസനും ദൈവദാസിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. இங்கே ஜெபம் நடந்து கொண்டிருக்கும் போதே இங்க இருக்க ஊழியக்காரர்கள் அவர்களுக்காக ஜெபிப்பார்கள். എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചോട്ടെ. எல்லாரும் கண்களை மூடலாம். എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചോട്ടെ. எல்லாரும் கண்களை மூடி ഈ തലകളെ ഒന്ന് തൊട്ട് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. நீங்க ஊழியக்காரங்க அவங்களுடைய தலைகளை தொட்டு ஜெபம் பண்ணுங்க. എല്ലാവരും പ്രാർത്ഥിച്ചോ. മറ്റുള്ളവരും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. மற்ற எல்லாரும் ஜெபிக்காரங்க. ഇന്ന് രാത്രി ഭയങ്കര ചലനങ്ങൾ ദൈവം അയക്കാൻ പോകുന്നു. இந்த இரவு பயங்கர தேவ கிரியை வெளிப்பட போகுது. യേശു ചിലരെ തൊടാൻ പോകുന്നു. ஆமென். இயேசு சிலரை தொட போகிறார். ഇന്ന് രാത്രി ഒരു സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. இந்த இரவு ஒரு சேனையை ஆண்டவர் எழுப்ப போகிறார். പലരും അവിശ്വസ്തരായി തീർന്നു. ஆமென். பலரும் ஊழியர்களாய் மாறுவீர்கள். പലരും നോക്കിക്കേ വിശ്വസ്തരല്ല, ഫെയ്ത്ത്ഫുൾ അല്ലാതെ പട്ടുപോയി. ஆமென். பலரும் உண்மை இல்லாம அந்த இடத்துல நிக்க முடியாம போயிட்டாங்க. അത് കർത്താവിനെ കാണിക്കുന്ന ഉണ്മയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ஆவியானவர் என்ன சொல்றார்? இங்கே உண்மையுள்ளவர்களை நான் எழுப்புவேன். ദൈവത്തെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നവർ, ലവ് ചെയ്യുന്നവർ ദൈവം എഴുന്നേൽപ്പിക്കാൻ ஆமென். പോകുന്നു. தேவனை அதிகமாய் நேசி
நேசிக்கிறவர்களை நான் இங்கே எழுப்புவேன் ദൈവ ஆண்டவர் சொல்றார். സ്നേഹമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ஆமென். தேவ ஸ்நேகம் அன்புள்ளவர்களை ஆண்டவர் இந்த இடத்தில் ദൈവ எழுப்புவார். സ്നേഹമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ஆமென். പോകുന്നു. தேவ ஸ்நேகமுள்ளவர்களை ஆண்டவர் இந்த ഈ இடத்தில் எழுப்புகிறார். കുഞ്ഞുങ്ങളെ വ്യത്യസ്തരാക്കി ദൈവം തീർക്കാൻ പോകുന്നു. ஆமென். இந்த பிள்ளைகளை வித்தியாசமாய் ഈ நடத்துவார். കുഞ്ഞുങ്ങൾ സഭയ്ക്ക് ഭയങ്കര അനുഗ്രഹമായി തീരാൻ இந்த പോകുന്നു. பிள்ளைகள் ஆலயத்துக்கு ஒரு பெரிய ஆசீர்வாதமாய் ഈ இருப்பார்கள். കുഞ്ഞുങ്ങൾ സഭയുടെ നട്ടലായി തീരുമോ? ஆமென். இந்த சபைகள் பிள்ளைகள் வளர்ந்து வரும்போது ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ, ഇപ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന, ഈ പ്രൊഫസിയും നിറവേറിയതിന്റെ ടെസ്റ്റ് മണികൾ ഈ സഭയ്ക്കകത്ത് കേൾക്കുക. ஆமென். ஒரு சில நாட்கள் மாதங்கள் போன போது இன்று சொல்லப்பட்ட இந்த தீர்க்க தரிசனம் நிறைவேறிட்டு என்று சொல்லத்தக்க வகையில ஆண்டவர் பிள்ளைகளை உயர்த்துவார். കർത്താവ് പറയുന്നു, വേറൊരു അന്തരീക്ഷത്തിലേക്ക് ദൈവസഭയെ കൊണ്ടുപോകാൻ പോകുന്നു. ஆமென். ஆவியானவர் சொல்லுகிற ஒரு பெரிய ஒரு விசேஷித்த ஒரு அபிஷேகம் நிறைந்த காலகட்டத்துக்குள்ள சபையை ஆண்டவர் கொண்டு ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ இங்க പോകുന്നു. இருக்கிற பிள்ளைகளை ஆண்டவர் வல்லமையாய் பயன்படுத்துவார். ആഴ്ചയിൽ ഒരിക്കൽ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇതിന്റെ അകത്ത് തുടങ്ങാൻ പോകുന്നു. ஆமென். அவர்களே தனியாக கூடியிருந்து ஜெபிக்கிற ஜெபங்களை ஆண்டவர் துவங்க போகிறார். അവരിലൂടെ വലിയ കാര്യങ്ങൾ ദേശത്ത് ദൈവം ചെയ്യാൻ പോകുന്നു. ஆமென். அவர்கள் மூலமாக பெரிய காரியங்களை இந்த தேசத்தில் ஆண்டவர் செய்ய போகிறார். ദേശത്ത് ഭയങ്കര ചലനങ്ങൾ ദൈവം അയക്കാൻ இந்த പോകുന്നു. பட்டணத்தில் ஒரு பெரிய மாற்றம் நடக்கும். അനേക ചെറുപ്പക്കാരെ അവർ നേടാൻ പോകുന്നു. அநேக சிறு பிள்ளைகள் அவங்களை பெற்றுக்கொள்வார். ഇതിനകത്ത് ഈ മോന്റെ മേൽ ഭയങ്കര ഒരു പകർച്ച, ഭയങ്കര ഒരു ഇംപാർട്ടേഷൻ നടക്കുന്ന കർത്താവിനെ കാണിക്കുന്നു. ஆமா, இந்த பையன் மேல ஒரு பயங்கர அபிஷேக பகிர்ந்தளிப்பு இந்த இரவு കർത്താവ് ഈ நடக்கிறது. മോനെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. இந்த மகனை ஆண்டவர் வல்லமையாய் பயன்படுத்துகிறது ஆண்டவரை காட்டுறார். ഒരു പ്രത്യേക ജ്ഞാനം ഞാൻ ഇവന് വേണ്ടി ஆமென். പകരാം. ஒரு பிரத்யேக ஞானத்தை நான் இவனுக்கு கொடுப்பேன். ശലോമോന് പകർന്നത് പോലെ ഞാൻ എന്റെ മേൽ പകരാം. சாலமோனுக்கு கொடுத்ததை போல இவனுக்கு கொடுப்பேன். ഇവൻ അനേകരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും. இவன் அநேகரை காட்டிலும் வித்தியாசமாய் இருப்பான். അനേകരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഞാൻ அநேகருக்கு வித்தியாசமாய் இருப்பான். എല്ലാ കണ്ണുകൾ മടച്ചു ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചാൽ. எல்லாரும் கண்ணில மூடி ஜெபிங்க. ஒரு சில നിങ്ങൾ நேரங்கள். മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നേർക്കൊന്ന് കൈ നീട്ടി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ. ஆமென். இங்க இருக்கிற பெற்றோர்கள் உங்கள் பிள்ளைகளுக்கு நேராக கைகளை நீட்டி ஜெபம் பண்ணுங்க. എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ. எல்லாரும் ஆசீர்வதித்து ஜெபிங்க. ഇന്നത്തെ ഈ രാത്രി സെക്ഷൻ ഭയങ്കര പകർച്ചകൾ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. இந்த இரவு பயங்கர அபிஷேக பகிர்ந்தளிப்பு ഈ நடந்துகிற ஒரு പ്രാർത്ഥന இரவு. മറക്കാൻ കഴിയാത്ത പ്രാർത്ഥനയാക്കി ദൈവം തീർക്കാൻ இந்த പോകുന്നു. ஜெபம் அநேகரால் மறக்க முடியாத ஒரு ஜெபமாய் ஆண்டவர் மாற்றுகிறார். ചിലർ വീട്ടിൽ പോയാലും ഈ പ്രാർത്ഥന അവസാനിക്കത്തില്ല. ചിലർ വീണ്ടും വീട്ടിലേക്കത്തിരുന്ന് പ്രാർത്ഥിക്കാൻ இந்த പോകുന്നു. ஜெபம் முடிந்து நீங்க வீட்டுக்கு போனால் உங்களால் தூங்க முடியாது. நீங்கள் மறுபடியும் ஜெபித்துக் கொண்டே இருப்பீர்கள். ചിലർക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയത്തില്ല. ചിലർക്ക് ദൈവം ദർശനങ്ങളെ കൊടുക്കാൻ പോകുന്നു. சிலருக்கு இந்த இரவில் தூங்க முடியாது. ஆண்டவர் தரிசனங்களை காண்பிப்பார். ചിലർ ഇന്ന് രാത്രി വെളിപ്പാടുകൾ കാണാൻ പോകുന്നു. இந்த இரவு சிலர் வெளிப்பாடுகளை பார்க்க ചില போகிறார்கள். വീടുകളുടെ അകത്ത് ഏഞ്ചൽസ് ദൂതന്മാർ ഇറങ്ങാൻ പോകുന്നു. ஆமென். சில வீடுகளுக்குள்ள தூதர்கள் இறங்கி வருகிறார்கள். നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ദൂതന്മാർ സൈന്യമായിട്ട് വാളും പരിചയമായിട്ട് ഇറങ്ങാൻ പോകുന്നു. உங்கள் வீட்டுக்குள்ள தூதர்கள் வாளும் பட்டயத்தோடு இறங்கி வருகிறார்கள். നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൂതന്മാർ രക്ഷിക്കാൻ പോകുന്നു. உங்கள் பிள்ளைகளை தூதர்கள் பாதுகாக்கிறார்கள். നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കെട്ടിയ കെട്ടുകൾ ദൂതന്മാർ വെട്ടി മാറ്റാൻ പോകുന്നു. உங்கள் பிள்ளைகளை கட்டிய பிசாசின் கட்டுகளை தூதர்கள் வெட்டி നിങ്ങളുടെ மாற்றுகிறார்கள். കുഞ്ഞുങ്ങളുടെ പേര് ഒരു അഭിമാനമായി തീരാൻ പോകുന്നു. உங்களுடைய பிள்ளைகளுடைய பெயர் ஆசீர்வாதமாய் மாறப் போகிறது. ദേശത്തിന് വിളക്കാക്കി കുഞ്ഞുങ്ങളെ ദൈവം തീർക്കാൻ പോകുന്നു. அவன் இந்த பிள்ளைகள் தேசத்தில் பயங்கர உயர்வாய் இருப்பார்கள். കർത്താവിന്റെ മഹത്വം അവരുടെ ലൈഫിന്റെ അകത്ത് ദൈവം അയക്കാൻ പോകുന്നു. அப்படிப்பட்ட ஒரு தேவ மகிமை அந்த பிள்ளைகளுடைய வாழ்க்கையில் ഒരു வெளிப்படும். മിനിറ്റ് എല്ലാ കരവും അടിച്ച് യേശുവിനെ ആരാധിച്ചാട്ടെ. ஒரு முறை எல்லாரும் நல்ல கைகளை தட்டி ஆண்டவரை ஸ்தோத்திரம் பண்ணுங்களாமா. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നന്ദി 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 நன்றி அப்பா. Thank you Jesus. Thank you Jesus. Thank you Jesus. நன்றி அப்பா. എല്ലാ കരവും സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് ഉയർത്തിയാട്ടെ. எல்லாரும் கரங்களை பரலோகத்தை நேரா உயர்த்தலாமா. Thank you Jesus. Thank you Jesus. Thank you Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus.